അനുഗ്രഹിക്കണം. കർത്താവിന്റെ ദാസൻ യാത്രയിലും ശുശ്രൂഷകളിലുമായിരിക്കുന്നുണ്ട്. നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ബഹുമാനരായ എല്ലാ ദൈവത്തിന്റെ ദാസന്മാർക്കും, ബഹുമാനരായ എല്ലാ ദൈവജനത്തിനുമായിട്ടും ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് കൊലോസ്യ ലേഖനം അതിൻ്റെ കഴിഞ്ഞ ദിവസങ്ങളിൽ വായിച്ച് അവസാനിപ്പിച്ച ആ വേദഭാഗങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകാം. കൊലോസ്യ ലേഖനം അതിൻ്റെ 4-ാമത്തെ അധ്യായം. കൊലോസ്യ ലേഖനം അതിൻ്റെ 4-ാം അധ്യായം. ഓക്കെ, നമുക്ക് നേരത്തെ വാക്കുകളുമായി കണക്ട് ചെയ്യാൻ വേണ്ടി 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ ദൈവസന്നിധിയിൽ വായിക്കാം. 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ പ്ലീസ്. എന്റെ സഹോദരനായ അരിസ്ത്രഹോസും ബർന്നബാസിന്റെ മച്ചൂനനായ മർക്കോസും അവനെക്കുറിച്ച് നിങ്ങൾക്ക് കൽപ്പന കിട്ടിയിട്ടുണ്ടല്ലോ. അവൻ നിങ്ങളുടെ അടുക്കൽ വന്നാൽ അവനെ കൈക്കൊള്ളുവീൻ. യുസ്തോസ് എന്ന് പറയുന്ന യേശുവും നിങ്ങളെ വന്ദനം ചെയ്യുന്നു. പരിശോധനക്കാരിൽ ഇവർ മാത്രം ദൈവരാജ്യത്തിന് കൂട്ടുവേലക്കാരായിട്ട് എനിക്ക് ആശ്വാസമായി തീർന്നു. നിങ്ങളിൽ ഒരുത്തനായി ക്രിസ്തുയേശുവിന്റെ ദാസനായ എപ്പബ്രാസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരായി നിൽക്കേണ്ടതിനും അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു. മൊത്തം വായിക്കണം. ഓക്കെ, താങ്ക് യു. മതി ആൻറ്റി. ഓക്കെ, താങ്ക് യു ആൻറ്റി. മതി. ഓക്കെ, താങ്ക് യു ആൻറ്റി. സ്തോത്രം. ദൈവസന്നിധിയിൽ ഒരിക്കൽ കൂടെ നമുക്ക് ആ വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞതുപോലെ ഇതിൻ്റെ മുകളിലുള്ള തിഹിക്കോസിനെ പറ്റിയും ഏഷ്യ മൈനറിൽ നിന്നുള്ള തിഹിക്കോസിനെ പറ്റിയും അതുപോലെ തന്നെ കൊലോസിയ നാട്ടുകാരനായ ആ സ്ഥലത്തു നിന്നുള്ള ഒനോസിമോസിനെ പറ്റിയും അതിനുശേഷം തെസലോനിക്കക്കാരനായ അരിസ്തർഹോസിനെ പറ്റിയും പിന്നീട് യെരുശലേമിൽ നിന്നുള്ള മർക്കോസിനെ പറ്റിയും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിക്കുവാനിടയായി തീർന്നു. സ്തോത്രം. ഇത്രയും ആളുകളെ പറ്റി നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിക്കുകയും അപ്പോസ്തലനായ പൗലോസ് അവരെക്കുറിച്ച് സംസാരിക്കുന്ന വാചകങ്ങൾ, ആ വാക്കുകളിൽ നിന്നും കർത്താവ് നമ്മളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുവാൻ ശ്രമിക്കുകയായിരുന്നു. സ്തോത്രം. ആമേൻ. കർത്താവിന്റെ ദാസനായ അപ്പോസ്തലനായ പൗലോസ് ഒരാളെയും വിടാതെ തന്നോടൊപ്പമുള്ള ദൈവത്തിന്റെ ദാസന്മാരെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അദ്ദേഹത്തിന് പറയുവാനുള്ളത് പറയുകയും അവരെ ആ സഭയ്ക്ക് പരിചയപ്പെടുത്തുവാനും ദൈവദാസനായ പൗലോസ് ശ്രമിക്കുന്നതായി എല്ലാ ലേഖനങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. അതുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി നമുക്ക് ആ ലേഖനത്തിലെ മറ്റ് ഭാഗങ്ങളിലേക്കും കൂടെ നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. സ്തോത്രം. ഓക്കെ, നമുക്കിന്ന് അതിന് മുന്നോട്ടുള്ള വേദഭാഗങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. കഴിഞ്ഞ ദിവസം ഞാൻ മർക്കോസിനെ കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കുകയായിരുന്നു. സ്തോത്രം. മർക്കോസ് എപ്രകാരമായിരുന്നു തൻ്റെ ജീവിതം തുടക്കത്തിൽ, പിന്നീട് കർത്താവിന് വേണ്ടി താൻ പ്രയോജനമുള്ളവനായി തീർന്നു, തൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ, ശക്തനായി അസിസ്റ്റ് ചെയ്യുന്ന ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി പ്രയോജനകരമായി ജീവിക്കത്തക്ക രീതിയിൽ ജീവിക്കുവാൻ സമർപ്പണമുള്ള ഒരു വ്യക്തിയായി പിന്നീട് മർക്കോസ് മാറിയതായിട്ടും ദൈവജനത്തിൽ നിന്നും മനസ്സിലാക്കുവാനായി കഴിഞ്ഞു. ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. സ്തോത്രം. ഓക്കെ. ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. സ്തോത്രം. അതെ, മർക്കോസിനെ പറ്റി അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്ന ചില കാര്യങ്ങളെ നമ്മൾ കേൾക്കുവാനായി കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രമിക്കുകയായിരുന്നു. സ്തോത്രം. അദ്ദേഹം വളരെ ദൈവത്തിനു വേണ്ടി പ്രയോജനമുള്ളവനാകയാൽ വീണ്ടും കൊണ്ടുവരണം എന്നുള്ള രീതിയിൽ അപ്പോസ്തലനായ പൗലോസ് സംസാരിക്കുന്നുണ്ടായിരുന്നു. സ്തോത്രം. അപ്പോൾ അദ്ദേഹത്തെ പറ്റി പറയുന്ന 1-2 വാക്കുകൾ കൂടി അവിടെ ഉണ്ട്. സ്തോത്രം. അതും കൂടെ ചിന്തിച്ചിട്ട് നമുക്ക് മുന്നോട്ട് കടന്നു പോകാം. മർക്കോസും അവനെക്കുറിച്ച് നിങ്ങൾക്ക് കൽപ്പന കിട്ടിയിട്ടുണ്ടല്ലോ. അവൻ നിങ്ങളുടെ അടുക്കൽ വന്നാൽ അവനെ കൈക്കൊള്ളുവിൻ. സ്തോത്രം. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് മർക്കോസിനെ പറ്റി പറയുകയാണ്, അദ്ദേഹം നിങ്ങളുടെ അടുക്കലേക്ക് വരും, അപ്പം നിങ്ങൾ മർക്കോസിനെ കൈക്കൊള്ളണം. ഒരുപക്ഷെ അങ്ങനെ പറയാൻ കാരണം ആദിമ കാലഘട്ടങ്ങളിൽ ഒരുപക്ഷെ മർക്കോസ് പൗലോസിനിടയിൽ നിന്നും പോയതും ഒക്കെ ഒരുപക്ഷെ അറിയാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ബർന്നബാസിനെ അവർക്ക് നന്നായിട്ട് അറിയാമായിരിക്കാം. ബർന്നബാസ് വഴിയൊന്ന് പരിചയപ്പെടുത്താനും കൂടി ആയിരിക്കാം. അദ്ദേഹം വരുമ്പോൾ അവർ സ്വീകരിക്കണം. കാരണം മർക്കോസ് അവിടെ ആ സ്ഥലത്തേക്ക് ശുശ്രൂഷയ്ക്ക് ചെല്ലുമ്പോൾ അറിഞ്ഞുകൂടാത്ത ഒരാൾ ചെല്ലുന്നത് പോലെ ആകരുത്. പൗലോസ് ഇദ്ദേഹത്തിന് അറിയാം എന്നുള്ള ഒരു എന്താണ്, അദ്ദേഹത്തെ ഒന്ന് ആളുകളൊന്ന് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി, അംഗീകരിക്കാൻ വേണ്ടി പൗലോസ് ശ്രമിക്കുകയാണ്. ഇങ്ങനെ തീത്തോസിനെ പറ്റിയും തിമോത്തിയോസിനെ പറ്റിയൊക്കെ മറ്റ് ലേഖനങ്ങളിൽ നമുക്ക് പൗലോസ് പറയുന്നതായിട്ട് കാണാൻ കഴിയുന്നു. എന്ന് പറഞ്ഞാൽ പൗലോസ് എപ്പോഴും മറ്റുള്ളവരെ കുറിച്ച് എല്ലാവരും അക്സെപ്റ്റ് ചെയ്യണമെന്നും
കാരണം ഞാൻ ദൈവജനത്തിൽ നിന്ന് ഞാനെന്നല്ല നമ്മളെല്ലാവരും വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്, ആരെങ്കിലും ഒരാൾ റെക്കമെൻഡ് ചെയ്യാനില്ലെങ്കിൽ സ്തോത്രം, ഒരാൾക്ക് ആ, വേണ്ടതുപോലെ പ്രയോജനപ്പെടാൻ കഴിയത്തില്ല. നമുക്കറിയാമല്ലോ, യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നപ്പോഴും യേശു കർത്താവിന്റെ വഴി ഒരുക്കാൻ ദൈവം ഒരു യോഹന്നാൻ സ്നാപകനെ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ഒരു ദിവസം ഇങ്ങോട്ട് വന്നിട്ട് ശുശ്രൂഷിക്കുകയായിരുന്നില്ല, എനിക്ക് പിന്നിൽ വരുന്നവൻ, അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറയത്തക്ക രീതിയിലുള്ള ഒരു സാഹചര്യത്തിൽ കൂടി കർത്താവ് ഒരു യോഹന്നാൻ സ്നാപകനെ ഒരുക്കിയതിന് ശേഷമാണ് യേശു കർത്താവിന്റെ വരവുണ്ടായത്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ സ്തോത്രം, ആമേൻ, ചിലപ്പോഴൊക്കെ ചില ദൈവദാസന്മാരുടെയും ദൈവവേലയുടെയും മുന്നോട്ടുള്ള വഴിയിൽ ചിലരുടെയൊക്കെ നമ്മളെക്കുറിച്ച് പറയുന്ന, പരിചയപ്പെടുത്തുന്ന, പലപ്പോഴും ശുശ്രൂഷ വേളയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, നമ്മൾ അവിടെ വിട്ടിട്ട് പോകുന്നതും നമ്മൾ തന്നെ പോയി ശുശ്രൂഷ വേലയ്ക്ക് പോകുമ്പോഴും ഭയങ്കര വ്യത്യാസമുണ്ട്. സ്തോത്രം. നമ്മുടെ ഒരു വിശ്വാസി നമ്മളെക്കുറിച്ച് പറഞ്ഞ് ഒരിടത്തേക്ക് പോകുന്നതും നമ്മൾ ട്രാക്ട് കൊടുത്തോ അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് ഇങ്ങനെ ദൈവത്തെക്കുറിച്ച് പറഞ്ഞു പോകുന്നതുമായിട്ട് ഭയങ്കര വ്യത്യാസമുണ്ട്. നമ്മളെ ഒരാൾ വിടുകയാണെങ്കിൽ അവരതുപോലെ ശ്രദ്ധിക്കും, ഈ ദൈവദാസനാണ്, കർത്താവിനെ കുറിച്ച് പറയുന്നതാണ്, ഇദ്ദേഹം പ്രാർത്ഥിക്കും, നിങ്ങൾ പറയുന്നതൊക്കെ ശ്രദ്ധിക്കണം, അദ്ദേഹം പറയുന്നതൊക്കെ ബൈബിളിൽ നിന്നാണ്, അത് നിങ്ങൾ അനുസരിക്കും എന്നൊക്കെ നമ്മളെ പോകുന്നതിന് മുമ്പ് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്താൽ, ഒരാളെ നമ്മളെ റെക്കമെൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മളെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ട് നമുക്ക് പ്രയോജനകരമായി തരും. അത് ലോകത്തിലും അങ്ങനെയാണ്, ദൈവവേലയിലും അങ്ങനെ തന്നെയാണ്. സ്തോത്രം. അതുകൊണ്ട് പൗലോസ് തന്റെ താഴെയുള്ള ദൈവദാസന്മാരെ മാറ്റി നിർത്തുവാൻ ആഗ്രഹിച്ചില്ല. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതുപോലെ പൗലോസ് തന്റെ കീഴിലുള്ള അല്ലെങ്കിൽ തന്നോടൊപ്പമുള്ള ദൈവദാസന്മാരെ ആ സഭകളിലേക്ക് അയക്കുമ്പോൾ തന്നെ കൈക്കൊണ്ടതുപോലെ അവർ കൈക്കൊള്ളണം എന്നത് പൗലോസിന്റെ ഒരു ആഗ്രഹമായിരുന്നു. സ്തോത്രം. അത് പൗലോസ് ചെയ്യുകയായിരുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ നിന്നും അത്രയും നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സ്തോത്രം. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്നത്, നിങ്ങൾ മർക്കോസിനെ അവിടോട്ട് വിടുമ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കണമേ എന്ന് പറയുകയാണ്. സ്തോത്രം. അതിനുശേഷം അപ്പോസ്തലനായ പൗലോസ് പറയുന്ന വ്യക്തിയാണ് യുസ്തോസ് എന്ന് പറയുന്ന യേശു. യുസ്തോസ് എന്ന് പറയുന്ന യേശു. യേശു എന്നത് നമുക്കറിയാം, നമ്മൾ പല പ്രസംഗങ്ങളും കേട്ടിട്ടുണ്ട്. അതൊരു കോമൺ നെയിം, ഒരു സാധാരണ അന്നത്തെ കാലഘട്ടത്തിൽ ആളുകൾ ഇടുന്ന ഒരു പേരായിരുന്നു യേശു എന്നത്. സ്തോത്രം. കേവലം നമ്മുടെ രക്ഷിതാവായ യേശു കർത്താവിന് മാത്രം ഇട്ട പേരല്ല, സ്വാഭാവികമായും ഒരു കോമൺ ആയിട്ടുള്ള ഒരു പേരായിരുന്നു. അപ്പം അദ്ദേഹത്തിന്റെ ആരായിരുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി അദ്ദേഹത്തിനുള്ള നമുക്കറിയാമല്ലോ, എല്ലാവർക്കും മിക്കവാറും ആളുകൾക്ക് ബൈബിളിൽ അല്ലെ അന്നത്തെ കാലഘട്ടത്തിൽ 2 പേരുകൾ ഉണ്ടായിരുന്നു. നമുക്കറിയാം, പൗലോസിന്റെ പേരുകൾ അറിയാം, അതുപോലെ തന്നെ ശിമോന്റെ പേര് പിന്നീട് മാറപ്പെട്ട പത്രോസ് ആയ ഒരു കാര്യം അറിയാം. നമുക്കിവിടെ ജോൺ മാർക്കിനെ പറ്റി നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചു. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ പറയുകയാണ്, നിങ്ങൾ യുസ്തോസ് എന്റെ കൂടെ ഉണ്ട്, അതുപോലെ യേശു എന്ന് മറുപേരുള്ള അല്ലെങ്കിൽ യുസ്തോസ് എന്ന് പറയുന്ന യേശുവും നിങ്ങളെ വന്ദനം ചൊല്ലുന്നു. ഇദ്ദേഹത്തെ പറ്റി ബൈബിളിൽ മറ്റൊരു ഭാഗത്തും വലുതായിട്ട് കാണാൻ കഴിയുന്നില്ല. സ്തോത്രം. ഒരു പക്ഷേ ദൈവത്തിന് വേണ്ടി, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ് അവസാനിപ്പിച്ചതുപോലെ, സൈലന്റായി ദൈവത്തിന് വേണ്ടി നിന്നതാണ്. പക്ഷേ ഇദ്ദേഹത്തിന്റെ പേരും കൂടെ പറഞ്ഞിട്ടാണ് അപ്പോസ്തലനായ പൗലോസ് ഞാൻ അന്ന് പറഞ്ഞു കൊണ്ടുവന്ന വാക്ക് പറയുന്നത്, ഇവരൊക്കെ എനിക്ക് ആശ്വാസമായി. എന്നിട്ട് പൗലോസ് ഒരു വാക്ക് അവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ഓരോ ബൈബിളിലെ വാക്യങ്ങളെയും ഞാനെന്നല്ല, നമ്മളെല്ലാവരും വളരെ ഇമ്പോർട്ടൻസ് ആയിട്ട് മനസ്സിലാക്കണം. പ്രത്യേകിച്ച് ഈ വാക്കിന് വലിയൊരു പ്രാധാന്യമുണ്ട്. അവിടെ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെയാണ് പറയുന്നത്, യുസ്തോസിനെ പറ്റി പറയുന്നത്. അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും പറയുന്നില്ല, അദ്ദേഹം ചേർത്തു പറയുന്നത്, യേശുവും വന്ദനം ചൊല്ലുന്നു, പരിച്ഛേദനക്കാരിൽ ഇവർ മാത്രം ദൈവരാജ്യത്തിന് കൂട്ടുവേലക്കാരായിട്ട് എനിക്ക് ആശ്വാസമായി തീർന്നു. അപ്പൊ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, പരിച്ഛേദനക്കാരിൽ നിന്നും, അല്ലെങ്കിൽ ഈ ജൂവിഷ് അല്ലെങ്കിൽ യഹൂദ മതത്തിൽ നിന്ന്, യഹൂദ ആചാരത്തിൽ നിന്നും ക്രിസ്ത്യാനിയായി പൗലോസിനോടൊപ്പം ഉള്ളത് ഈ വ്യക്തികളാണ്. മർക്കോസും അല്ലെങ്കിൽ യുസ്തോസും ഒക്കെ മാത്രമാണ്. ബാക്കി കൂടുതൽ ആളുകളും പൗലോസിനോടൊപ്പം ഉണ്ടായിരുന്നത് ജാതീയ പശ്ചാത്തലത്തിൽ നിന്ന് വന്നവരായിരുന്നു. കാരണം നമുക്കറിയാം, പൗലോസിനെ സത്യത്തിൽ നമുക്ക് മൊത്തത്തിൽ പഠിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നത്, യഹൂദ മതത്തിൽ നിന്നും വിശ്വാസത്തിലേക്ക് വന്ന ക്രിസ്ത്യാനികൾ, ദൈവമക്കൾ, വേണ്ടും പോലെ പൗലോസിനെ അങ്ങോട്ട് അംഗീകരിച്ചിരുന്നില്ല. സ്തോത്രം. ഇനി അംഗീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിലും അവിടെയും പത്രോസിനെ പോലെ അങ്ങോട്ട് അംഗീകരിക്കാൻ പൗലോസിനെ കുറിച്ച് ആരും തയ്യാറായില്ല. സ്തോത്രം. അത് കാരണമൊക്കെ ഞാൻ ഇതിനിടയിൽ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. സ്തോത്രം. തീർച്ചയായിട്ടും പൗലോസ് അവരുടെ ചില ഉപദേശങ്ങളെ ശക്തമായ രീതിയിൽ ഖണ്ഡിക്കുന്നു. അത് ഈ ലേഖനങ്ങളിലും ശക്തമായിട്ട് ഖണ്ഡിക്കുന്നുണ്ട്. സ്തോത്രം. കാരണം ഇവിടെ പറയുന്ന ഒരു വാക്ക് അതുമായിട്ട് വലിയ വലിയ ബന്ധമുള്ളതാണ്. പരിച്ഛേദനക്കാരിൽ ഇവർ മാത്രം ദൈവരാജ്യത്തിന് കൂട്ടുവേലക്കാരുടെ എനിക്ക് ആശ്വാസമായി തീർന്നു. കാരണം പൗലോസിനെ ഈവൻ ക്രിസ്ത്യൻ സഭകൾ പോലും, അല്ലെങ്കിൽ അന്നത്തെ കാലഘട്ടത്തിൽ ക്രിസ്ത്യാനികൾ പോലും, ക്രിസ്ത്യാനികളായി കൺവേർട്ട് ചെയ്ത പോലും യഹൂദ മതത്തിൽ നിന്ന് വന്നവർ അംഗീകരിക്കാതിരിക്കുമ്പോൾ പൗലോസ് പറയുകയാണ്, കുറച്ച് പേര് എനിക്കുണ്ട് ആ ഗ്രൂപ്പിൽ നിന്ന്. സ്തോത്രം. നമുക്ക് പലപ്പോഴും ഇന്നത്തെ കാലഘട്ടത്തിലും കാണാൻ കഴിയുന്നുണ്ട്,
ആ, ഒരു ഗ്രൂപ്പിൽ നിന്ന് വന്നവരെല്ലാം കൂടെ ഒരു കൂട്ടായ്മ, മറ്റൊരു ഗ്രൂപ്പിൽ നിന്ന് വന്നവരെല്ലാം കൂടെ വേറൊരു കൂട്ടായ്മ, പിന്നെ വേറൊരു രീതിയിൽ വന്ന കൺവേർട്സ് എല്ലാം കൂടെ വേറൊരു കൂട്ടായ്മ, അങ്ങനെ ഒരു രീതിയിലേക്കൊരു സിസ്റ്റം ഇന്ന് നമ്മുടെ ക്രിസ്തീയ സമൂഹത്തിലുണ്ട്. അത് പലപ്പോഴും അതൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ വേദന ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്, പക്ഷെ അതൊരു റിയാലിറ്റിയാണ്. സ്തോത്രം. ആമേൻ. കർത്താവ് ഇങ്ങനെ വിഭാഗിച്ചിരിക്കുന്നത് കാണുമ്പോൾ ആ, എനിക്കറിയില്ല ഇനി വേറെ സ്വർഗം കർത്താവ് ആ, ഇന്ന ഇന്ന സമുദായത്തിൽ നിന്ന് വന്നവർക്കായിട്ട് ഒരു പ്രത്യേക സ്വർഗം, ഇന്ന ഇന്ന ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവർക്കായിട്ടൊക്കെ ഇല്ല. നമ്മൾ ചിലർ വ്യാഖ്യാനിച്ച് പറയുന്നതില്ലേ, സ്തോത്ര യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ നിന്നും സ്വർഗത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട് എന്ന് പറയുന്നത് പോലെ, ആമേൻ, ഞങ്ങൾക്കായിട്ട്, ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവർക്കായിട്ട് ഒരു വാസസ്ഥലം, മറ്റുള്ള കൂട്ടത്തിൽ നിന്ന് വന്നവർക്കായിട്ട് അങ്ങനെയൊന്നുമില്ല. സ്തോത്രം. ആമേൻ. നമുക്കെല്ലാവർക്കും ഒരു സ്ഥലമാണ്, ഒരിടത്തേക്കാണ് പോകുന്നത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷെ ഇത്രയൊക്കെ അറിയാമെങ്കിലും നമുക്കങ്ങോട്ട് ചില സമയത്ത്, ഞാൻ അങ്ങനെയുള്ളവരെ ഒത്തിരി പേര്, എന്നോട് അങ്ങനെ ഒത്തിരി ആരും പെരുമാറിയിട്ടില്ല. സ്തോത്രം. ആമേൻ. നോർത്ത് ഇന്ത്യയിൽ നിന്നൊന്ന് വന്നു വരുമ്പോൾ നോർത്ത് ഇന്ത്യയിലെ സുവിശേഷകരെ വേറെ രീതി കാണുന്നു. കേരളത്തിൽ പ്രവർത്തിക്കുന്നവരെന്ന് പറയുമ്പോൾ അവരെക്കുറിച്ച് വേറെ രീതി കാണുന്നു. അല്ലെങ്കിൽ എന്താണ്, വിദ്യാഭ്യാസം കൂടുതലെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ കറുത്തവരെന്ന് പറയുമ്പോൾ വേറെ രീതി കാണുന്നു. വെളുത്തവരെന്ന് പറയുമ്പോൾ വേറെ രീതി കാണുന്നു. ഞാനതിന് കൂടുതൽ പറയുന്നില്ല. സ്തോത്രം. അപ്പം അങ്ങനെ ഒരു വേർതിരിവ്, സ്തോത്രം. ആമേൻ. എന്താണ്, മലബാറിൽ ശുശ്രൂഷിക്കുന്നവർക്ക് ഒരു വേർതിരിവ്, സൗത്തിൽ വേറെ രീതിയിൽ കാണുന്നു. അങ്ങനെ ഒരു പ്രത്യേക നിലയിൽ ആഫ്രിക്കക്കാരെ വേറെ രീതിയിൽ കാണുന്നു എന്നൊക്കെ പറയുന്നത് പോലെ മറ്റൊരു രീതിയിലേക്ക് സഭ വേർതിരിക്കപ്പെടുന്നുണ്ട്. അത് പൗലോസിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. നമുക്കറിയാം, കൊരിന്ത്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, ചിലർ അപ്പൊല്ലോസിന്റെ പക്ഷക്കാരെന്ന് പറയുന്നു, ചിലർ പൗലോസിന്റെ പക്ഷക്കാരെന്ന് പറയുന്നു, ചിലർ എന്താണ്, പത്രോസിന്റെ പക്ഷക്കാരെന്ന് പറയുന്നു. ഇങ്ങനെ കർത്താവിനെ വേർതിരിച്ച് കാണിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇനി ഞാൻ കുറച്ചുകൂടി മുമ്പോട്ട് കയറി പറഞ്ഞാൽ, ഞങ്ങളൊക്കെ IPC-ക്കാരാണ്, നിങ്ങൾ ചർച്ച ബോർഡുകാരാണല്ലേ, ഓക്കെ, ഞങ്ങൾ ഷാരോൺകാരാണ്, നിങ്ങൾ AG-ക്കാരാണല്ലേ, ഓക്കെ, നിങ്ങൾ സ്വതന്ത്രരാണല്ലേ, ഓക്കെ, ആമേൻ, ആമേൻ, ഇങ്ങനെ പറഞ്ഞ് മാറ്റി നിർത്തുന്ന ഒരവസ്ഥ നമ്മൾ കാണാറുണ്ട്. പല ആളുകളും ചിന്തിക്കുന്നത്, ഞങ്ങൾ ഈ സമുദായത്തിൽ നിന്നും, അല്ലെങ്കിൽ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ, ഈ ഒരു ചർച്ചിലായിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ ആദ്യമായിട്ട് പെന്തിക്കോസ് തുടങ്ങിയത് ഞങ്ങളുടെ സഭയാണ്, രണ്ടാമത് പെന്തിക്കോസിൽ തുടങ്ങിയത് ഞങ്ങളുടെ സഭയാണ്, ഞങ്ങൾ അവിടെ നിന്ന് വന്ന്, ഇങ്ങനെ പറഞ്ഞ് വേർതിരിക്കുന്ന വേർതിരിവുകൾ പൗലോസിന്റെ ജീവിതത്തിൽ ശക്തമായിട്ട് പൗലോസ് അനുഭവിച്ചിരുന്നു. സ്തോത്രം. ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് വേദനയാണെന്നെങ്കിൽ എന്നോട് ക്ഷമിക്കണം. സ്തോത്രം. ആമേൻ. എങ്കിലും ഞാൻ പറഞ്ഞത് ആമേൻ അങ്ങനെ ഉദ്ദേശിച്ച് തന്നെ പറഞ്ഞതാണ്. സ്തോത്രം. അത് എൻ്റെ വാക്കുകൾ, എൻ്റെ ശൈലി വേദനിപ്പിച്ചെങ്കിൽ മാത്രം ക്ഷമിക്കണമെന്നാണ് പറഞ്ഞത്. സ്തോത്രം. അതിനെ ഞാൻ ഒട്ടും പിൻവലിക്കുന്നില്ല. സ്തോത്രം. ആമേൻ. അതുകൊണ്ട് ആമേൻ, അപ്പോസ്തലനായ പൗലോസ് ഇത് നന്നായിട്ട് നേരിട്ടിരുന്നു. പൗലോസ് ആ ഒരു ആമേൻ യഹൂദ മതത്തിൽ നിന്ന് വന്നിട്ട് പോലും പൗലോസിനെ അങ്ങനെ വേണ്ടും പോലെ അങ്ങനെ ആളുകൾ ഉൾക്കൊണ്ടിരുന്നില്ല. സ്തോത്രം. അപ്പം നമ്മൾ ഇപ്പോൾ നമുക്കറിയാമല്ലോ, നമ്മൾ ഇപ്പം ആദിവാസി വിഭാഗത്തിൽ നിന്ന് വന്നവരുമായിട്ട് നമ്മൾ കൂടുതൽ സഹകരിച്ചാൽ നമ്മളെയും അങ്ങനെ കാണും. സ്തോത്രം. നമ്മളെയും അങ്ങനെ ഒരു വിഭാഗത്തിലായിരിക്കുമെന്ന് ചിന്തിക്കും. സ്തോത്രം. അങ്ങനെ ഒരു സിസ്റ്റം നമ്മൾ അവരുടെ തോളിൽ കൈയിട്ടാൽ, ഇവരുടെയൊക്കെയാണ് ഇവർ കൂട്ടുകാർ എന്ന് പറയുന്ന ഒരു സിസ്റ്റം ആത്മീക ലോകത്തിലുണ്ട് എന്നുള്ളത് വാസ്തവമാണ്, റിയലാണ്, അത് സത്യമാണ്. സ്തോത്രം. ആമേൻ. അങ്ങനെ ഒരു അനുഭവത്തിൽ കൂടി അപ്പോസ്തലനായ പൗലോസ് കടന്നു പോയിരുന്നു. സ്തോത്രം. അപ്പൊ അതുകൊണ്ടാണ് അത് പ്രത്യേകം എടുത്ത് പറഞ്ഞത്. പൗലോസ് അത് പറയുന്നത്, ആമേൻ, ജാതികളായ അല്ലെങ്കിൽ ജാതി വിഭാഗത്തിൽ നിന്ന് കടന്നു വന്ന കൊലോസ്യ സഭയോട് പറയുന്നത്, പരിച്ഛേദനക്കാർ ഇവർ മാത്രം ദൈവരാജ്യത്തിന് കൂട്ടുവേലക്കാരട്ടെ എനിക്ക് ആശ്വാസമായി തീർന്നു. ഇതിനിടയിൽ ചില ആളുകൾ ഉണ്ടായിരുന്നു, യുസ്തോസന്മാരുണ്ടായിരുന്നു. സ്തോത്രം. അല്ലെങ്കിൽ ആമേ, സ്തോത്രം. യുസ്തോസ് അല്ലല്ലോ, അദ്ദേഹത്തിന്റെ പേരെന്താണോട് പറഞ്ഞിരിക്കുന്നത്? സ്തോത്രം. അതെ, കൂട്ടുവേലക്കാരനായ യൂസ്തോസ്. അതെ, യൂസ്തോസ് തന്നെയാണ്. യൂസ്തോസുമാരെ ദൈവത്തിന് വേണം കേട്ടോ, യൂസ്തോസുമാരെ. സ്തോത്രം. എന്ന് പറഞ്ഞാൽ സ്തോത്രം, ഇങ്ങനെയുള്ള, എനിക്കറിയാം ഈ കൂട്ടായ്മയെ കൂടുന്നവർ വളരെ ആത്മീക പക്വതയുള്ളവരാണ്. സ്തോത്രം. അങ്ങനെയൊന്നും സ്തോത്രം നിങ്ങളിൽ ഇല്ല എന്ന് ഞാൻ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്നു. എന്നാൽ ഇത്ര നമ്മൾ മനസ്സിലാക്കിയാലും അറിയാതെ എങ്കിലും ആരെങ്കിലും ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ഈ വചനം ഞാൻ എടുക്കുമ്പോൾ അത് വീണ്ടും പറയാതിരിക്കുന്നത് നിവർത്തിയില്ല എന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്. സ്തോത്രം. ആമേൻ. യുസ്തോസുമാർ പൗലോസിന് ആശ്വാസമായി തീർന്നു. സ്തോത്രം. ആമേൻ. പൗലോസ് ആമേൻ അങ്ങനെയുള്ളവരുടെ പേര് പറഞ്ഞ് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ആമേൻ, അങ്ങനെയുള്ളവരുടെ അംഗീകാരങ്ങൾ പൗലോസുമാർക്ക് വളരെ ബലമായി തീർന്നു. കാരണം സമൂഹത്തിൽ യെരുശലേമിലെ സഭയായിരുന്നു എല്ലാവരും മാനിക്കുന്ന സഭ, അല്ലെങ്കിൽ യഹൂദന്മാരായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും ഉയർന്നു നിന്ന ആളുകൾ. അവർ ആമേൻ, സ്തോത്രം, ഈ പൗലോസിനോട് ചേർന്ന് നിൽക്കുവാൻ തയ്യാറാകാതിരുന്നപ്പോൾ അവരിൽ നിന്നുള്ള ചിലർ പൗലോസിനോട് ചേർന്ന് നിന്നത് ആമേൻ അവർക്ക് ഭയങ്കര ആമേൻ സന്തോഷമായി എന്നതാണ് പൗലോസ് പറഞ്ഞതിന്റെ ചുരുക്കം. ഇതിനകത്ത് ഒരു വാക്ക് പറഞ്ഞത് നമുക്കൊന്ന് ചിന്തിച്ചിട്ട് ദൈവസന്നിധിയിൽ മുന്നോട്ട് കടന്നു പോകാം.
യുസ്തോസ് എന്ന് പറയുന്ന യേശുവും നിങ്ങളെ വന്ദനം ചെയ്യുന്നു. യുസ്തോസ് എന്ന് പറയുന്ന യേശുവും നിങ്ങളെ വന്ദനം ചെയ്യുന്നു. പരിച്ഛേദനക്കാരിൽ ഇവർ മാത്രം ദൈവരാജ്യത്തിന് കൂട്ടുവേലക്കാരായിട്ട് എനിക്ക് ആശ്വാസമായി തീർന്നു. ആ വാക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് ചിന്തിക്കാം. ഇത് കൊലോസ് ലേഖനത്തിന് ഒരു മെയിൻ സബ്ജക്റ്റ് കൂടെയാണ്. ഞാനിത് പലവട്ടം പറഞ്ഞിട്ടുണ്ട്, വീണ്ടും വരുന്നു, ഞാൻ ഒന്നുകൂടെ പറയുന്നു. സ്തോത്രം. ഒരുപക്ഷെ ആ ഭാഗങ്ങൾ അന്ന് ഞാൻ പറഞ്ഞപ്പോൾ കേട്ടിട്ടില്ലാത്തവരാരും ഉണ്ടെങ്കിൽ ഇവിടെ ഒരു വചനം ഒന്നുകൂടെ വരുന്നത് കൊണ്ട് ഞാൻ പറയാം. പരിച്ഛേദന എന്നത് ആദിമ സഭയിലെ മൊത്തത്തിലുള്ള ഒരു ഭയങ്കര വിഷയമായിരുന്നു. സ്തോത്രം. എന്ന് പറഞ്ഞാൽ സ്തോത്രം, പരിച്ഛേദന ഏൽക്കാത്തവർ, സർക്കംസിഷൻ ചെയ്യാത്ത വ്യക്തികൾ, സ്തോത്രം, ക്രിസ്ത്യാനികളല്ല, ദൈവമക്കളായില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ക്രിസ്ത്യാനിത്വത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അവർക്കെതിരെയും കൂടി എഴുതുന്ന ഒരു ലേഖനമാണ് കൊലോസ്യ ലേഖനം. സ്തോത്രം. അത് നമുക്ക് അപ്പോസ്തലനായ പൗലോസ് അത് ശക്തമായിട്ട് പറഞ്ഞു. ന്യായപ്രമാണം ത്തിൽ കൂടി നമുക്ക് ലഭിച്ച, മോശ മുഖാന്തരം നമുക്ക് ലഭിച്ച ന്യായപ്രമാണത്തിന്റെ ഉത്സവങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങളൊന്നും അതിന്റെ 2-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ. അതുകൊണ്ട് ഭക്ഷണപാനങ്ങൾ, പെരുന്നാൾ, വാവ്, ശബത്ത് എന്നീ കാര്യത്തിൽ ആരും നിങ്ങളെ വിധിക്കരുത്. ഇവ വരുവാനിരിക്കുന്നവരുടെ നിഴലത്രേ, ദേഹമെന്നതോ ക്രിസ്തുവിനുള്ളത്. ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ മാനുഷികമായ. എന്നിട്ട് 20-ാമത്തെ വാക്യത്തിൽ മുതൽ ആദ്യ പാഠങ്ങൾ സംബന്ധിച്ച് മരിച്ചു എങ്കിൽ ജീവിക്കുന്നത് പോലെ മാനുഷിക കൽപ്പനകൾക്ക്, ഉപദേശങ്ങൾക്കും അനുസരണമായി പിടിക്കരുത്, രുചിക്കരുത്, തുടരുത് എന്നുള്ള ചട്ടങ്ങൾക്ക് കീഴ്പ്പെടുന്നത് എന്ത്? ഇങ്ങനെയുള്ള ലീഗലിസത്തിനും ഇങ്ങനെയുള്ള യഹൂദ മതത്തിൽ നിന്ന് വന്ന ചില എക്സ്റ്റേണലായ പുറത്തുള്ള ചില ഉപദേശങ്ങൾക്കും വേണ്ടി സഭ ഭയങ്കരമായിട്ട് നിന്നു. അതിൽ ഒരു ഭയങ്കര ഉപദേശമായിരുന്നു, രക്ഷിക്കപ്പെട്ടവർ ജാതീയ പശ്ചാത്തലത്തിൽ നിന്ന് വന്നവരാണെങ്കിൽ അവരാദ്യം സർക്കംസിഷൻ അല്ലെങ്കിൽ പരിച്ഛേദന ഏൽക്കണം എന്നത് ഒരു ചിന്തയായിരുന്നു. സ്തോത്രം. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് അതിനുവേണ്ടി അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഒരു വേദഭാഗമാണ് നമ്മളിപ്പോൾ വായിച്ചത്. സ്തോത്രം. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് എങ്ങനെയാണ്? ചർച്ചിൽ പരിച്ഛേദന ഒരു വലിയ വിഷയമായിരുന്നു. സ്തോത്രം. നമുക്ക് അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തിൽ ഗലാത്യ ലേഖനത്തിന്റെ 2-ാം അധ്യായത്തിന്റെ 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ, 5-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം, 11, അതുപോലെ തന്നെ 6-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം, ഗലാത്യ ലേഖനത്തിലൊക്കെ സ്തോത്രം, അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, ഞാൻ പരിച്ഛേദന ഏൽക്കാത്തവരുടെ ഇടയിലേക്ക് വിളിക്കപ്പെട്ടവനും പത്രോസ് പരിച്ഛേദന ഏൽപ്പിക്കപ്പെട്ടവരുടെ ഇടയിൽ പ്രവർത്തിക്കാൻ വിളിക്കപ്പെട്ടിരുന്നു. സ്തോത്രം. എന്നൊരു രീതിയിൽ അപ്പോസ്തലനായ പൗലോസ് അവിടെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ രീതിയിലൊക്കെ പൗലോസ് സംസാരിക്കാൻ കാരണമെന്നത് ഇതൊരു വലിയ ഡിവിഷൻ തന്നെ അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നതാണ്. സ്തോത്രം. അങ്ങനെ ഒരു വേർതിരിവ് സഭയിൽ ഉണ്ടായിരുന്നു എന്നതാണ് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത്. സ്തോത്രം. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് സഭയോട് പറയുകയാണ്, പരിച്ഛേദന ഏൽക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടാണ് പരിച്ഛേദന ഏൽക്കേണ്ട എന്ന് പറഞ്ഞത്? നമുക്ക് കൊലോസ്യ ലേഖനം തന്നെ അതിന്റെ 2-ാം അധ്യായത്തിന്, നമുക്കിത് പലവട്ടം വായിച്ചതാണ്, ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു വിടുന്നതേ ഉള്ളൂ. സ്തോത്രം. 2-ാം അധ്യായത്തിന്റെ 10, 11, 12 വാക്യങ്ങൾ ദൈവസനം നമുക്ക് വായിക്കാമോ? 10, 11 വാക്യങ്ങൾ. കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 10, 11 വാക്യങ്ങൾ പ്ലീസ്. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദന ലഭിച്ചു. സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിന്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവനോടുകൂടെ ജീവിപ്പിച്ചു. അതിക്രമങ്ങളൊക്കെ നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു. ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. ആമേൻ. ഇപ്പോൾ ആന്റി വായിച്ച ഈ വേദഭാഗങ്ങൾ മുഴുവൻ നമ്മൾ ശ്രദ്ധിച്ചെന്ന് മനസ്സിലാക്കിയതാണ്. ഞാൻ ഒന്നുകൂടി പറഞ്ഞാൽ, എന്താണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്? ഇതാണ് അന്നത്തെ യഹൂദ മതത്തിന് വന്നവർക്ക് ബുദ്ധിമുട്ടായത്. പൗലോസ് ഇവിടെ പറയുന്നത്, ക്രിസ്ത്യാനിയായി യേശുവിലേക്ക് കടന്നു വന്ന ഒരു വ്യക്തി ഓൾറെഡി പരിച്ഛേദന ഏറ്റു കഴിഞ്ഞു. ഇനി അവർക്കൊരു പരിച്ഛേദനയുടെ ആവശ്യമില്ല. എന്തുകൊണ്ടാണ്? ഇത് നമുക്കറിയാം, മോശയുടെ ഉപദേശങ്ങളെ ഈ യഹൂദന്മാർക്ക് ഭയങ്കര മോശമായിരുന്നു വിഷയം. യഹൂദന്മാർക്ക് എന്ന് പറഞ്ഞാൽ, യഹൂദന്മാർക്ക് യേശുവിനെയും മോശയും തമ്മിൽ നോക്കുമ്പം അവർക്ക് മോശയായിരുന്നു വലുത്. നമുക്കിത് പലപ്പോഴും യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ
22 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ യേശു കർത്താവ് ഈ വാക്കുകൾ നന്നായിട്ട് പറയുന്നുണ്ട്, പരിച്ഛേദനയുടെ കാര്യങ്ങളൊക്കെ. അവിടെ യേശു കർത്താവ് ശബത്തിൽ ഒരു വ്യക്തിയെ സൗഖ്യമാക്കാൻ പോകുമ്പോഴത്തേക്ക് ആളുകൾ വിഷയമുണ്ടാക്കുന്നു. ആ സമയത്ത് യേശു കർത്താവ് ചോദിക്കുകയാണ്, നിങ്ങൾ മോശ തന്ന ഉപദേശങ്ങളിൽ നിങ്ങൾക്ക് ശബത്തിൽ ഒരാൾ പരിച്ഛേദന ഏൽക്കുന്നതിൽ ബുദ്ധിമുട്ടില്ലായിരുന്നു, അതുകൊണ്ട് ഞാനിപ്പോൾ സൗഖ്യമാക്കുന്നത് നിങ്ങൾക്ക് എന്താ കുഴപ്പം എന്ന് പറഞ്ഞാൽ, ഈ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം മോശ എന്ന് പറയുന്നത് അവരുടെ ഒരു വലിയ വലിയ വിഷയമായിരുന്നു. സ്വത്രം മോശ എന്ന് പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 45-46 വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 45, 46, 45 and 46. അതുപോലെ തന്നെ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 32-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 45, 46, യോഹന്നാൻ 6-ാം അധ്യായത്തിന്റെ 32-ാമത്തെ വാക്യം പ്ലീസ്. ഞാൻ പിതാവിന്റെ മുമ്പിൽ നിങ്ങളെ കുറ്റം ചുമത്തും എന്ന് നിങ്ങൾക്ക് തോന്നരുത്. നിങ്ങളെ കുറ്റം ചുമത്തുന്നവൻ ഉണ്ട്. നിങ്ങൾ പ്രത്യാശ വെച്ചിരിക്കുന്ന മോശ തന്നെ. നിങ്ങൾ മോശയെ വിശ്വസിച്ചുവെങ്കിൽ എന്നെയും വിശ്വസിക്കുമായിരുന്നു. അവൻ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. എന്നാൽ അവന്റെ എഴുത്ത് നിങ്ങൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ എന്റെ വാക്ക് എങ്ങനെ വിശ്വസിക്കും? തീർച്ചയായിട്ടും. 6-ാം അധ്യായത്തിന് 32-ാമത്തെ വാക്യം. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗത്തിൽ നിന്നുള്ള അപ്പം മോശയല്ല നിങ്ങൾക്ക് തന്നത്, എന്റെ പിതാവ് അത്രേ സ്വർഗത്തിൽ നിന്നുള്ള സാക്ഷാൽ അപ്പം നിങ്ങൾക്ക് തരുന്നത്. അതെ. ഇനി യോഹന്നാന്റെ സുവിശേഷം വായിക്കേണ്ട 8-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം, 9-ാം അധ്യായത്തിന്റെ 28 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിലൊക്കെ കാണുന്നു, ഇവർ പറയുന്നത് ഞങ്ങൾ മോശയുടെ ശിഷ്യന്മാരാണ്, നിന്റെ ശിഷ്യന്മാരല്ല എന്ന് പറഞ്ഞാൽ ഇവർ എപ്പോഴും മോശ ഇപ്പൊ നമ്മൾ വായിച്ച മോശ ഇവർ അംഗീകരിച്ചിട്ടൊന്നുമല്ല, പക്ഷെ ഇവർക്ക് മോശയായിരുന്നു വലുത്. പക്ഷെ മോശ കർത്താവിനെ അംഗീകരിച്ചു എന്ന് യേശു തന്നെ പറയുന്നുണ്ട്. പക്ഷെ ഇവർ മോശ എന്ന പേരിനാൽ, ചില സമയത്ത് അവർ അബ്രഹാമിനെയും പറഞ്ഞിട്ടുണ്ട്, അവർക്ക് അതിന് പുറകോട്ട് പോകാൻ കഴിയുന്നില്ല. എന്ന് പറഞ്ഞാൽ മോശയ്ക്ക് നിയമം കൊടുത്ത, മോശയ്ക്ക് കൽപ്പന കൊടുത്ത, മോശയോട് സംസാരിച്ച, അബ്രഹാമിനോട് സംസാരിച്ച, അബ്രഹാം ബന്ധപ്പെട്ട, മോശ ബന്ധപ്പെട്ട ആ വ്യക്തി ആരായിരുന്നു, അല്ലെങ്കിൽ ആ ദൈവം ആരായിരുന്നു എന്ന ബന്ധത്തിലേക്ക് അവർ പോകുന്നില്ല. അവർക്ക് ഈ കൽപ്പന കൊണ്ടുവന്ന മോശയായിരുന്നു വലുത്. അതുകൊണ്ടാണ് ബൈബിളിലുടനീളം ന്യായപ്രമാണം പലപ്പോഴും പറയുമ്പം മോശയ്ക്കല്ല നമ്മൾ കീഴടങ്ങേണ്ടത്. ഇവിടെ പറഞ്ഞു ഞങ്ങൾക്ക് മരുഭൂമിയിൽ മന്ന തന്നത് മോശയല്ല എന്ന് മോശയുടെ വാക്കെടുത്ത് ഇങ്ങനെ പറയേണ്ടി വന്നത് എന്ന് പറഞ്ഞാൽ മോശയെ എതിർത്ത് പറയുകയല്ല, ഇവർ മോശയ്ക്ക് ദൈവിക നിയമം കൊടുത്ത ദൈവത്തെക്കാൾ വലുതായി കണ്ടതുകൊണ്ടാണ്. നിയമം കൊടുത്ത ദൈവം അവരുടെ മുന്നിൽ വന്ന് നിൽക്കുമ്പോഴും അവർക്ക് മോശയായിരുന്നു വലുത്. അതായത് കൊടുത്ത വ്യക്തി ഇറങ്ങി അവരുടെ മുന്നിൽ വന്ന് നിൽക്കുമ്പോഴും അവർക്ക് മോശയാണ് വലുത്. എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ഓദർ, യഥാർത്ഥ നായകൻ, യഥാർത്ഥ ഈ ദൂത് കൊടുത്ത, ഈ കാര്യം കൊടുത്തവൻ അവരുടെ മുന്നിൽ വന്ന് നിൽക്കുക. ഇനി അവരെയാണ് അവർ ഫോളോ ചെയ്യേണ്ടത്. പക്ഷെ അവർ ചെയ്യുന്നത് മോശയുടെ പ്രമാണങ്ങളെ, മോശയ്ക്കാരാ ദൈവം കൊടുത്തത്, ദൈവം തന്നെയാണ് കൊടുത്തത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തോന്നും മോശയുടെ പ്രമാണങ്ങൾ വേണ്ടേ? ഇത് ആദിമസഭയിൽ ഒരു ചോദ്യമായിരുന്നു. അപ്പൊ അതെന്താണ് കർത്താവ് പറയുന്നത്? ഞാൻ ന്യായപ്രമാണത്തെ മാറ്റുവാൻ വന്നതല്ല, ഞാൻ എന്ത് ചെയ്യാൻ വന്നതാണ്? നിവർത്തിപ്പാൻ വന്നതാണ്. നിവർത്തിപ്പാൻ, ഞാൻ ഈ പറയുന്ന വാക്കുകളൊന്നും തെറ്റിദ്ധരിക്കരുതേ. സ്വത്രം, നിവർത്തിപ്പാൻ വന്നതാണ്. സ്വത്രം. അപ്പൊ അപ്പോസ്തലനായ പൗലോസ് നമ്മളിപ്പോ കൊലോസ്യ ലേഖനത്തിൽ വായിച്ച വേദഭാഗത്തിൽ എന്താ പറയുന്നത്? യേശു കർത്താവ് തൻ്റെ ശരീരത്തിൽ ഇത് എല്ലാം നിവർത്തിച്ചു കഴിഞ്ഞു. അത് ശ്രദ്ധിച്ച് നിങ്ങൾ വായിച്ചാൽ മനസ്സിലാക്കി. യേശു കർത്താവ് മോശ മുഖാന്തരം കൊടുത്ത നിയമങ്ങളും ഇതേ ദൈവം തന്നെ കൊടുത്തതാ. പക്ഷെ ആ നിയമങ്ങൾ വളരെ ശക്തിയായി അതേ നിലവാരത്തിൽ പൂർത്തീകരിച്ച ഒരുവൻ മാത്രമേ ഉള്ളൂ, അത് നമ്മുടെ യേശു കർത്താവ്. കൊടുത്ത നിയമങ്ങൾ മോശ പോലും 100% പാലിക്കാതിരുന്നപ്പോൾ അത് 100% കർത്താവ് ഏതുദ്ദേശത്തോടെ പൂർത്തീകരിച്ചോ അത് പൂർത്തീകരിച്ചു പോയവൻ ഒരുവൻ മാത്രമാണെന്നാണ് അപ്പോസ്തലനായ പൗലോസ് ശക്തമായിട്ട് ഇവിടെ പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, ഇനി നിയമമല്ല നിങ്ങൾക്ക് വലുത്, നിയമം തന്നവനാണ് വലുത്. ഇനി നിങ്ങൾ നിയമത്തിന് പുറകെയല്ല പോകേണ്ടത്. നിങ്ങൾ പിടിക്കരുത്, തൊടരുത് എന്ന് പറയുന്ന കുറെ കൽപ്പനകൾക്കല്ല, ആ കൽപ്പന തന്നവൻ വന്നു. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിന്റെ 3-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ കാണാൻ കഴിയുന്നത് മോശയിലും വലിയവനായിരുന്നു വന്നത്. യേശു കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ ആമേൻ പുതിയ നിയമത്തിന്റെ സാഹചര്യങ്ങളുമായി പറയുമ്പോൾ മോശയിലും വലിയവൻ എന്നുള്ള രീതിയിൽ ആമേൻ ദൈവജനത്തിൽ നിന്നും ആമേൻ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് പുതിയ നിയമത്തിന്റെ, അതായത് യേശു കർത്താവിന്റെ ആ ശുശ്രൂഷ കാലഘട്ടം മുതലേ
യഹൂദന്മാർക്ക് മോശയും മോശയുടെ നിയമങ്ങളെയും ഒരു വൈകാരികമായ ഒരു വിഷയമായിരുന്നു. എന്ന് പറഞ്ഞാൽ കുറച്ച് നിയമങ്ങളുണ്ട്, അങ്ങനെ നിയമങ്ങൾ എല്ലാം പാലിക്കണം, ഞങ്ങളല്ല അതിന് പാലിക്കുന്നവരാണ് എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു 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 പ്രത്യേക നിലവാരം ഈ യഹൂദന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്നു എന്നത് സത്യമാണ്. സ്തോത്രം. എന്നാൽ എന്താണ് നമുക്കിവിടെ ഈ ഈ ഈ എന്താണ് ഈ നമ്മളിപ്പോൾ വായിച്ച ഈ പരിച്ഛേദനെ പറ്റി നമുക്ക് മനസ്സിലാക്കുന്നത്? ഒന്നാമത്തെ പറയാണ്, അവനിൽ നിങ്ങളും പരിച്ഛേദന ഏറ്റിരിക്കുന്നു. കണ്ടോ, അവിടെ എങ്ങനെ പറയുന്നത്? അവനിൽ നിങ്ങളും പരിച്ഛേദന ഏറ്റിരിക്കുന്നു. എന്തുകൊണ്ടാണ് പറഞ്ഞത്? പരിച്ഛേദന എന്നത്, പുതിയ നിയമത്തിന്റെ പരിച്ഛേദന എന്നത് ഒരു ശരീരത്തിന്റെ എന്തെങ്കിലും ചെറിയൊരു ഭാഗം മുറിച്ചു മാറ്റുകയല്ല ചെയ്യുന്നത്. ഇവിടെ പറയുന്നത് എന്താണ്? അവന്റെ അകത്തു നിന്നും ഒരു മാറ്റം സംഭവിക്കത്തക്ക രീതിയിൽ ഒരാത്മാവിന്റെ ജനനം യേശുവിൽ വിശ്വസിക്കുന്നവന് നടന്നു കഴിഞ്ഞു. അവൻ കർത്താവിനായി വേർതിരിക്കപ്പെടുന്ന, കർത്താവുമായിട്ടുള്ള ബന്ധം വെക്കുന്ന, അല്ലെങ്കിൽ പാപത്തിന്റെ ശക്തിയിൽ നിന്നുള്ള ഒരു വലിയ വിടുതൽ. ആന്റി അതാണ് വായിച്ച് അവസാനിപ്പിച്ചത്. അവസാനം വാഴ്ചകളെയും അധികാരങ്ങളെ ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി പരസ്യമായ കാഴ്ചയാക്കി എന്ന് പറയുമ്പോൾ നമുക്കെതിരായിട്ടുണ്ടായിരുന്ന സകല തെറ്റുകളെയും, സകല വിഷയങ്ങളെയും, കുറ്റപത്രത്തെയും യേശു കർത്താവിന്റെ മരണത്താൽ യേശു കർത്താവ് അത് മാറ്റി. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പൗലോസ് പറയുന്നത്, നിങ്ങൾ അവന്റെ ജീവിതത്താൽ, അവന്റെ പൂർണ്ണമായ അനുസരണത്താൽ നിങ്ങൾ പരിച്ഛേദന ഏറ്റുകഴിഞ്ഞു. അത് കേവലം ശരീരത്തിനൊരു പരിച്ഛേദനയല്ല, അത് നമ്മുടെ ആത്മാവിൽ സംഭവിക്കുന്നതാണ്. പാപത്തെ ജയിക്കുന്നൊരു ജയം ക്രിസ്തുവിന്റെ മരണത്താൽ, ക്രിസ്തു പാപത്തെ ജയിച്ചപ്പോൾ അവനിൽ വിശ്വസിക്കുന്നത് കൊണ്ട് നമുക്കും ലഭിച്ചു കഴിഞ്ഞു. രണ്ടാമത് പറയാണ്, കൈകളാലല്ലാത്ത പരിച്ഛേദന. കാരണം ഏതെങ്കിലും ഒരു ഫിസിക്കൽ സാഹചര്യം കൊണ്ടല്ല ഇത് സംഭവിച്ചത്. ഇത് ആത്മാവിൽ സഞ്ചരിച്ച, അല്ലെങ്കിൽ പുതിയ നിയമത്തിന്റെ കൽപ്പനകൾ, പുതിയ നിയമത്തിന്റെ സ്തോത്രം, കവനന്റ്, ഉടമ്പടിയുടെ നിമിത്തം രക്തത്താലുണ്ടായ, യേശു കർത്താവിനാലുണ്ടായ ഒരു വ്യത്യാസമാണ്. മൂന്നാമത്തത് പറയുന്നു, ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞു. ഇവിടെ അതാണ് പറയുന്നത്, നമുക്ക് വേണ്ടി യേശു കർത്താവ് ക്രൂശിൽ ഏൽപ്പിക്കപ്പെട്ട് ഇത് നിവർത്തിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് വേണ്ടി, അല്ലെങ്കിൽ ഒരു മനുഷ്യന് വേണ്ടി എന്തൊക്കെ നിവർത്തിക്കണമായിരുന്നോ അതെല്ലാം യേശു ക്രൂശിൽ നിവർത്തിച്ചു ശാരീരികപരമായി. ഇനി പ്രത്യേകിച്ച് നമ്മൾ നിവർത്തിക്കാനൊന്നുമില്ല. അടുത്തത് അവിടെ കാണാൻ കഴിയുന്നത് ക്രിസ്തുവിന്റെ പരിച്ഛേദനയാൽ, കർത്താവ് നമുക്ക് വേണ്ടി സകല നിയമങ്ങളും നന്നായി പൂർത്തീകരിച്ച് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടത് കൊണ്ട്, നമ്മൾ അവനിൽ ആയതുകൊണ്ട് സകലതും ക്രിസ്തുവിന്റെ മരണത്താൽ പൂർത്തീകരിക്കപ്പെട്ടു. ഇതാണ് കൊലോസ്യ ലേഖനത്തിൽ പറയുന്ന ഒരു ദൈവിക സത്യമെന്ന് പറയുന്നത്. സ്തോത്രം. എന്നാൽ അവരെ സംബന്ധിച്ചിടത്തോളം യേശുവിന്റെ അടുക്കൽ അവർ വന്നു നിന്നതുപോലെ അവർ പലപ്പോഴും മോശയുടെ പ്രമാണങ്ങളെയും മോശയുടെ ഉപദേശങ്ങളെയും വലുതാക്കി കാണിച്ചുകൊണ്ട് നിന്നു. സ്തോത്രം. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പൗലോസ് പറയുന്നത്, യേശു നമുക്ക് വേണ്ടി എല്ലാമായി തീർന്നു. ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് തെറ്റിദ്ധാരണ തോന്നുന്നത് അതിൻ്റെ അർത്ഥം ഇനി നമ്മളൊന്നും അനുസരിക്കേണ്ടെന്നല്ല. സ്തോത്രം. അതുകൊണ്ട് ഇനി നമ്മളൊന്നും ചെയ്യേണ്ടെന്നല്ല. സുവിശേഷം നമ്മളോട് മനസ്സിലാക്കി തരുന്ന സത്യം എന്ന് പറയുന്നത്, മോശയുടെ ന്യായപ്രമാണത്താൽ ഒരു ജഡത്തിനും രക്ഷ പ്രാപിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് മോശയ്ക്ക് ന്യായപ്രമാണം കൊടുത്ത കർത്താവ് തന്നെ ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് അത് പെർഫെക്റ്റായി നമുക്ക് വേണ്ടി ചെയ്ത് തീർത്തത് കഴിഞ്ഞു. അത് പൂർത്തീകരിക്കപ്പെട്ടു. മോശയുടെ ന്യായപ്രമാണത്തിന്റെ സകല ന്യായപ്രമാണ കൽപ്പനകളും യേശു കർത്താവ് ക്രൂശിൽ നിർവഹിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് കേവലം കുറെ കൽപ്പനകളല്ല ദൈവം നമുക്ക് വെക്കുന്നത്. നമ്മുടെ മുന്നിൽ പുതിയ നിയമം വെച്ചു തരുന്നത് കൽപ്പന തന്നവനെ തന്നെയാണ്. സ്തോത്രം. യേശുവിനെ തന്നെയാണ്. ഇനി നമ്മളെ ഉരിഞ്ഞു കളഞ്ഞ്, നമ്മുടെ ജഡത്തെ ഉരിഞ്ഞു കളഞ്ഞ് ക്രിസ്തുവിനെ നമ്മൾ ജീവിക്കാൻ അനുവദിക്കുന്ന ഒരു അനുഭവമാണ് കൊലോസ്യ ലേഖനത്തിൽ കൂടി അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, നമ്മളാരും ആ പെർഫെക്ഷനിലേക്ക് വന്നിട്ടില്ല. സ്തോത്രം. നമ്മൾ വന്നുകൊണ്ടേ ഇരിക്കുന്നു. സ്തോത്രം. ഇന്ന് കുറച്ചുകൂടി ആ കാര്യത്തെപ്പറ്റി പറയുവാൻ സമയമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എപ്പപ്രാസിനെ പറ്റി പറയുമ്പോൾ അതിനകത്ത് പറഞ്ഞ രണ്ട് വാക്കുകൾ ഈ പൂർത്തീകരണവുമായിട്ടും പെർഫെക്ഷനുമായിട്ട് ബന്ധമുള്ള കുറച്ച് വാക്കുകൾ അവിടെ ഉപയോഗിക്കുന്നത് കൊണ്ട് ഞാൻ വിട്ടിട്ട് ഇപ്പോൾ കുറച്ച് മിനിറ്റുകൾ കഴിയുമ്പോൾ തന്നെ ഈ വാക്യത്തിലേക്ക് വരാം. അതുകൊണ്ട് അപ്പോസ്തലൻ പൗലോസ് ഇവിടെ പറയുകയാണ്, ആ വാക്ക് പ്രത്യേകം എടുത്തു പറഞ്ഞു, പരിച്ഛേദനക്കാരിൽ നിന്നും ഇവർ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇനി സ്തോത്രം ജാതികളിൽ നിന്നും വന്ന ചില ആളുകളെയും കൂടി വീണ്ടും അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്തോത്രം. ഇതിന്റെ ഭാഗങ്ങൾ തുടർന്നുള്ള ഭാഗങ്ങളിൽ കുറച്ച് മിനിറ്റുകൾ കഴിയുമ്പോൾ ഞാൻ കണക്ട് ചെയ്ത് നിങ്ങളോട് സംസാരിക്കാം. സ്തോത്രം. അവിടെ അപ്പോസ്തലനായ പൗലോസ് വീണ്ടും പറയുന്നത് ഇങ്ങനെയാണ്. 12-ാമത്തെ വാക്യം ഇങ്ങനെ കാണുന്നു, നിങ്ങളിൽ ഒരുത്തനായി
ക്രിസ്തുവേശുവിന്റെ ദാസനായ എപ്പഫ്രാസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു. സ്തോത്രം. നമുക്ക് ആ വാക്കുകളിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാട്ടെ. നിങ്ങളിൽ ഒരുവനായ എപ്പഫ്രാസ്. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, നിങ്ങളുടെ സ്ഥലത്തു നിന്നും ഒരുവൻ ഇവിടെയുണ്ട്. സ്തോത്രം. അദ്ദേഹം കൊലോസ്യക്കാരനാണ്. ആ കൊലോസ്യക്കാരനായ ആ വ്യക്തി എൻ്റെ ഒപ്പമുണ്ട്, ഇവിടെ ഉണ്ട് എന്ന് പറയുകയാണ്. സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യരോട് പറയുമ്പോൾ എപ്പഫ്രാസ്, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ, മർക്കോസിനെ നിങ്ങളുടെ ഇടയിലേക്ക് വിടുമെന്ന് പറഞ്ഞതുപോലെ എപ്പഫ്രാസിനെ ഒന്ന് പരിചയപ്പെടുത്തി എന്ന് പറഞ്ഞാൽ അദ്ദേഹവുമായിട്ടുള്ള ബന്ധം അപ്പോസ്തലനായ പൗലോസ് പറയുന്നതിന് ഒരു കാരണമുണ്ട്. നമുക്ക് താഴോട്ട് നോക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. കാരണം എപ്പഫ്രാസ് ആരായിരുന്നു നമുക്കറിയാമല്ലോ. എപ്പഫ്രാസ് എന്ന് പറയുന്ന മനുഷ്യൻ ഈ സഭ, അല്ലെങ്കിൽ കൊലോസ്യ സഭ, 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യമൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചതാണ്. അതിന്റെ ആദ്യ ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. എപ്പഫ്രാസ് എന്ന് പറയുന്ന മനുഷ്യനായിരുന്നു ഈ സഭ സഭ ഒരുപക്ഷെ സ്ഥാപിക്കാനിടയായി തീർന്നതെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. ഈ സഭ ഇത്രത്തോളം വളർത്താൻ ദൈവം ഉപയോഗിച്ച ഒരു ദൈവഭക്തൻ എന്ന് പറയുന്നത് എപ്പഫ്രാസ് ആണ്. സ്തോത്രം. നമ്മൾ അതിനെക്കുറിച്ച് നേരത്തെ പറഞ്ഞതാണ്. ഒരുപക്ഷെ അപ്പോസ്തലനായ പൗലോസ് എഫെസോസിൽ വന്ന സമയത്ത് ഈ എപ്പഫ്രാസ് ഒരുപക്ഷെ ഇവിടെ നിന്നും അവിടെ പോയി കർത്താവിന്റെ വചനം കേട്ടിരിക്കാം. അങ്ങനെ സ്തോത്രം കൺവേർട്ടായും തന്റെ സ്ഥലത്തേക്ക് കടന്നു വന്ന് ചുറ്റുമുള്ള പ്രദേശങ്ങളിലൊക്കെ സുവിശേഷ വേല അറിയിച്ച ഒരു ദൈവഭക്തനാണ് എപ്പഫ്രാസ് എന്ന് പറയുന്ന ഈ ജാതീയ വിഭാഗത്തിൽ നിന്നും വന്ന ദൈവത്തിന്റെ ദാസൻ. സ്തോത്രം. ആ ദൈവത്തിന്റെ ദാസനെ കുറ്റി അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് അവർ നിങ്ങളിൽ ഒരുവനാണ്. സ്തോത്രം. എന്നിട്ട് അടുത്ത് പറയുകയാണ്, അദ്ദേഹം ക്രിസ്തുവിന്റെ ദാസനാണ്. സ്തോത്രം. രണ്ടാമത് പറയുന്നത് അങ്ങനെ, അദ്ദേഹം ക്രിസ്തുവിന്റെ ദാസനാണ്. സ്തോത്രം. നമുക്കറിയാമല്ലോ, യഥാർത്ഥത്തിൽ ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന ദൈവത്തിന്റെ ദാസന്മാരെയൊക്കെ സേവകരായിട്ടാണ് ബൈബിൾ വെളിപ്പെടുത്തുന്നത്. ഇത് നമുക്ക് ഒത്തിരി അറിയാം, ഞാനിത് പറയേണ്ട ആവശ്യമില്ല. ഞാൻ ഒന്നുകൂടെ അത് പറയുന്നത്, ഈ വാക്കുകൾ ഒന്നുകൂടെ വരുന്നത് കൊണ്ടാണ്. അത് നമ്മുടെ ലൈഫിൽ നമ്മൾ എന്ത് ചെയ്താലും അതൊരു സേവന മനോഭാവത്തോടു കൂടിയായിരിക്കണം. എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരാളെ സഹായിക്കുകയോ നമ്മൾ ഒരാൾക്ക് വേണ്ടി സുവിശേഷ വേലയിൽ പ്രയോജനപ്പെടുകയോ ചെയ്യുമ്പോൾ നമ്മൾ യജമാനനും ബാക്കിയുള്ളവർ നമ്മളുടെ അടിമകളും എന്നുള്ള രീതിയിലല്ല. ഈ ദൈവത്തിന്റെ ഭാഗമായി നിൽക്കുന്ന വ്യക്തി ഒരു അടിമയെ പോലെ ജോലി ചെയ്യുകയാണ്, അടിമയെ പോലെ അവരെ സഹായിക്കുകയാണ്. അന്നത്തെ കാലഘട്ടത്തിൽ ഈ വാക്കുകൾ കുറച്ചുകൂടെ അർത്ഥമുണ്ട്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ, നമുക്ക് കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഒരാളെ സ്തോത്രം ശുശ്രൂഷിക്കാൻ കഴിഞ്ഞാൽ ആ ശുശ്രൂഷ ചെയ്യേണ്ടത് സ്തോത്രം നമ്മളൊരു സേവന മനോഭാവത്തോടു കൂടിയാണ്. എന്ന് പറഞ്ഞാൽ ഒരു സർവന്റ് ഹുഡോട് കൂടിയാണ്, ഒരു താഴ്മ മനോഭാവത്തോടു കൂടിയാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് വെറുതെ വാക്കുകൾ ഉപയോഗിക്കുകയല്ല. ഇത് അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ചും പറയുന്നുണ്ട്, പല ദൈവദാസന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. ഇവിടെ തന്നെ യേശു കർത്താവ് പുതിയ നിയമത്തിൽ പലവട്ടം ഉപയോഗിച്ച വാക്ക് ഇവിടെ വീണ്ടും അപ്പോസ്തലനായ പൗലോസ് ഉപയോഗിക്കുകയാണ്. എപ്പഫ്രാസ് കർത്താവിന്റെ ശുശ്രൂഷകനായ ക്രിസ്തുവിന്റെ ശുശ്രൂഷകൻ. കർത്താവിന്റെ ശുശ്രൂഷയാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ള മനോഭാവത്തിൽ സുവിശേഷ വേല ചെയ്യുവാൻ, അല്ലെങ്കിൽ ദൈവവേലയുടെ ഭാഗമാകാൻ, കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിൽക്കുന്നത് ഏത് സാഹചര്യത്തിലായാലും അങ്ങനെ നിൽക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. സ്തോത്രം. അടുത്തത് പറയുന്നത്, അവർ നിങ്ങൾക്ക് വന്ദനം ചൊല്ലുന്നു. സ്തോത്രം. വന്ദനം ചൊല്ലുന്നു എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, നമ്മൾ സാധാരണ പ്രൈസ് ലോർഡ് എന്ന് പറയുന്നത് പോലെ, നമ്മൾ മാറാനാഥ എന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ ജയ്മസിക്ക് എന്ന് ഹിന്ദിയിൽ പറയുന്നത് പോലെ നമ്മൾ അവരെ ഒന്ന് ഗ്രീറ്റ് ചെയ്യുകയാണ്, അവരെ നമ്മൾ വന്ദനം ചൊല്ലുകയാണ്. അത്രയേ ഉള്ളൂ അതിന്റെ അർത്ഥം. സ്തോത്രം. അപ്പോൾ അതൊരു സാധാരണ രീതിയായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അടുത്ത വാക്കുകളിൽ നിന്നാണ് ഞാൻ മുമ്പേ പറഞ്ഞ വാക്കുകളുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ കിടക്കുന്നത്. സ്തോത്രം. 12-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, നിങ്ങൾ തികഞ്ഞവരും ദൈവഹിത സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു. അപ്പോസ്തലനായ പൗലോസ് പിന്നീട് പറയുന്നത്, അദ്ദേഹം ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് തന്നെക്കുറിച്ച് ഒരു സാക്ഷ്യം പറയുകയാണ്. തന്നെക്കുറിച്ചൊരു ഒരു അഭിപ്രായം പറയുകയാണ് അപ്പോസ്തലനായ പൗലോസ്. എന്താണ് പറയുന്നത്? അദ്ദേഹം ഭയങ്കര വേദനയോടുകൂടി അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്കിങ്ങനെയാണ്. സ്തോത്രം. നിങ്ങൾ നിൽക്കേണ്ടതിന് പ്രാർത്ഥനയിൽ എപ്പോഴും പോരാടുന്നു എന്ന് പറയുന്നതിന്, ദൈവത്തെ സംബന്ധിച്ചൊക്കെ പൂർണ്ണ നിശ്ചയം വരേണ്ടതിന് പോരാടുന്നു എന്നതിന്, എന്നിട്ട് അടുത്ത വാക്ക് പറയുകയാണ്, നിങ്ങൾ ലൗദികക്കാരെയും ഈയപ്പുലിക്കാർക്കും വേണ്ടി അവൻ വളരെ പ്രയാസപ്പെടുന്നു എന്നുള്ളതിന് ഞാൻ സാക്ഷി. അതിൽ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ് വളരെ വേദനയോടെ. എന്ന് പറഞ്ഞാൽ അതിന് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് എന്ന് പറയുന്നത് ഭയങ്കര, എന്ന് പറഞ്ഞാൽ സഹിക്കാൻ കഴിയാത്തൊരു വേദന. എന്ന് പറഞ്ഞാൽ അയ്യോ അവരങ്ങനെ ആയല്ലോ, ദൈവമേ ഒരു നഷ്ടം, അങ്ങനെ ഒരു സഹിക്കാൻ കഴിയാത്ത വേദനയോടെ എപ്പഫ്രാസ് പ്രാർത്ഥിക്കുന്നു. ഇവരിൽ ഒരുവനാണ്, ഇവരുടെ ഇടയിൽ ശുശ്രൂഷിച്ച വ്യക്തിയാണ്. എന്നാൽ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതുപോലെ മുന്നോട്ടുള്ള സഭയുടെ പോക്കിൽ യഹൂദന്മാരുടെ ഉപദേശങ്ങളും ജ്ഞാനവാദത്തിന്റെ ഉപദേശങ്ങളും സഭയിലേക്ക് കടന്നു വന്നപ്പോൾ
അവർ ക്രിസ്തു മാത്രം മതിയോ, ക്രിസ്തുവിന്റെ പുറകെ പോകുന്നത് ഞങ്ങൾക്ക് കിട്ടിയോ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് രക്ഷ ലഭിച്ചോ ലഭിച്ചില്ലേ എന്നുള്ള സംശയത്തിലേക്കൊക്കെ ആ സഭ മാറിപ്പോയപ്പോൾ എപ്പപ്രാസിന് പറഞ്ഞ് അവർക്ക് മനസ്സിലാക്കാൻ കൊടുക്കുന്നതിന്റെ മാക്സിമം പറഞ്ഞു കൊടുത്തു. പക്ഷെ പിന്നീട് ഇനി എപ്പപ്രാസിന് ഭാരമെന്ന് പറയുന്നത് ഇവർക്ക് ബാക്കിയുള്ള കാര്യം പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ പറ്റിയിട്ടവർക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെ ഒരു നിലവാരത്തിലേക്ക് സഭ പോയപ്പോഴാണ് എപ്പപ്രാസ് പൗലോസിനോളം ചെന്നിരുന്നിട്ട് പ്രാർത്ഥിക്കേണ്ടത്. ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുള്ളതാണ്. സ്വത്രം പ്രാർത്ഥിക്കുകയാണ്, കർത്താവിന്റെ ദാസൻ പ്രാർത്ഥിക്കുകയാണ്. ഇത് ഇങ്ങനെയാണ് പറയുന്നത്, എപ്പോഴും പ്രാർത്ഥിക്കുന്നു, എപ്പോഴും പ്രാർത്ഥിക്കുന്നു, എപ്പോഴും. അവിടെ ഇങ്ങനെ ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് എപ്പോഴും പ്രാർത്ഥിക്കുന്നു. എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? അദ്ദേഹം ആമേൻ വളരെ കെയറോടുകൂടി, വളരെ വേദനയോടുകൂടി, വളരെ വിഷമത്തോടുകൂടി അദ്ദേഹം പ്രാർത്ഥിക്കുന്നതാണ് ദൈവസനെ നമുക്ക് കാണാൻ കഴിയുന്നത്. സ്വത്രം അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ആ വേദഭാഗം ആമേൻ ഒന്നുകൂടെ നമുക്ക് നോക്കാം. അവിടെ ആമേൻ അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. എന്തിനൊക്കെ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്? സ്വത്രം അദ്ദേഹം ദൈവഗീത സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരായി നിൽക്കേണ്ടതിനും ആമേൻ സ്തോത്രം, ഒപ്പം തികഞ്ഞവരായി ദൈവഹിത സംബന്ധിച്ചൊക്കെ തികഞ്ഞവരാകേണ്ടതിനുമായിട്ടാണ് അവർ പ്രാർത്ഥിക്കുന്നത്. സ്തോത്രം രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ഒന്ന്, അവർ മെച്യൂരിറ്റിയിലേക്ക് വരാനും, മറ്റൊരു കാര്യം ആമേൻ സ്തോത്രം അവരെ കംപ്ലീറ്റ് ആയി പൂർണ്ണരായി തീരേണ്ടതിനായിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. സ്തോത്രം എന്താണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്? ഇത് 1-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന 1-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ ഇതേ പ്രാർത്ഥന പൗലോസ് പ്രാർത്ഥിച്ചതാണ്. സ്തോത്രം ആ സമയത്ത് ഞാനിത് നിങ്ങളോട് ഓൾറെഡി പറഞ്ഞതാണ്. ആമേൻ ആമേൻ സ്തോത്രം എപ്പപ്രാസിന്റെ പ്രാർത്ഥനയായിരുന്നു പൗലോസിന്റെയും പ്രാർത്ഥന എന്നത് ഞാൻ അന്ന് നിങ്ങളോട് പറഞ്ഞതാണ്. സ്തോത്രം എന്താണ് ഇവിടെ പറയുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഒരു സഭ മെച്യൂരിറ്റിയിലേക്ക് വരണമെന്നത് ദൈവവചനത്തിന്റെ ഉദ്ദേശമാണ്. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, നമുക്ക് സൗജന്യമായി കർത്താവ് രക്ഷ തന്നു. നമ്മുടെ ഒരു പ്രവൃത്തി കൊണ്ടുമല്ല, നമ്മുടെ പ്രവൃത്തിയാൽ കർത്താവിനെ നമുക്ക് പൂർണ്ണമായി പ്രസാദിപ്പിക്കാൻ കർത്താവിന്റെ സന്നിധിയിൽ കഴിയുകയുമില്ല. കാരണം നമ്മുടെ ആരുടെയും പ്രവൃത്തികൾ ആമേൻ പൂർണ്ണമായി നമുക്ക് ദൈവത്തിന്റെ നിയമത്തെ പൂർത്തീകരിക്കുവാൻ കഴിയാത്ത ഒരു നിലവാരത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത്. സ്വത്രം അതുകൊണ്ട് കർത്താവ് പൂർണ്ണമായി തന്റെ ശരീരത്തിൽ ഇത് പൂർത്തീകരിച്ചു. ദൈവം നമ്മളെ പൂർണ്ണരായി നിർത്തി. ഇനിയും കർത്താവിന്റെ ദാസൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ആ പക്വതയിലേക്ക് അവർ വരണം, പെർഫെക്ഷനിലേക്ക് അവർ വരണം. അവർ അതിലേക്ക് എന്തിലേക്ക് വരണമെന്നാണ് പറയുന്നത്? ആമേൻ തികഞ്ഞവരും ദൈവഗീത സംബന്ധിച്ചൊക്കെ പൂർണ്ണ നിശ്ചയമുള്ളവരാകണം ഈ സഭ. സ്തോത്രം. അപ്പൊ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്. ഞാൻ ഈ കൊലോസ്യ ലേഖനമായി ചേർത്ത് പറഞ്ഞാൽ നമുക്ക് ഇതിന് ശേഷം ഒരു ലക്ഷ്യമുണ്ട്. ലക്ഷ്യം എന്താ? ക്രിസ്തു തന്നെയാണ് ലക്ഷ്യം, കുറച്ച് കൽപ്പനകളല്ല. ഇപ്പൊ ഇതിന് തൊട്ടു മുമ്പ് കുറച്ച് കൽപ്പനകൾ പറഞ്ഞു. പക്ഷെ ആ കൽപ്പനകളുടെ ഇടയിലെല്ലാം പൗലോസ് വെക്കുന്നത് ക്രിസ്തുവിനെയായിരുന്നു. അപ്പോൾ ക്രിസ്തുവിനെ ക്രിസ്തുവിന്റെ തലയോളം വളരണമെന്ന പുതിയ നിയമത്തിന്റെ കൽപ്പന പൗലോസ് മുന്നിൽ വെച്ചിട്ട് അതേ പ്രാർത്ഥന എപ്പപ്രാസ് പ്രാർത്ഥിച്ചിട്ട് പറയുകയാണ്, ഈ സഭ കേവലം കുറച്ച് കൽപ്പനകളിലേക്ക് പോകാതെ ഇവരൊന്ന് മെച്യൂർ ആയിരുന്നെങ്കിൽ. അതിന്റെ അർത്ഥം എന്താ? കുറച്ച് കൽപ്പന അനുസരിക്കുന്നത് പോലെയല്ല. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് ഞാൻ മുമ്പേ വായിച്ചത്, മാനുഷിക കൽപ്പനകളായ പിടിക്കരുത്, രുചിക്കരുത്, തൊടരുത് എന്ന് പറയുന്ന ചില ചട്ടങ്ങൾക്ക് കീഴ്പ്പെടുന്നത് എന്ത് അല്ലെ? കുറച്ച് കൽപ്പന കൊണ്ടല്ല, നമുക്ക് ഈ കൽപ്പന തന്ന കർത്താവിനെ നോക്കാം, പൂർണ്ണനായ യേശുവിനെ നോക്കാം. അവനെ നോക്കിയുള്ള ജീവിതത്തെ പറ്റിയാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറഞ്ഞത്. നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ടും കർത്താവിന്റെ ഹിതത്തിനനുസരിച്ചായിട്ട് നിങ്ങൾ നിൽക്കുന്ന ഒരു പൂർണ്ണതയിലേക്ക് നിങ്ങൾ വരണമെന്ന് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. അതിന്റെ 2-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ നമ്മളിപ്പോൾ വായിച്ചത് നമ്മളിപ്പോൾ വായിച്ചതാണല്ലോ. സ്തോത്രം ആമേൻ. അതിന്റെ 9-ാമത്തെ വാക്യം ഇങ്ങനെ കാണുന്നു. ആമേൻ സ്തോത്രം. അവനിലല്ലോ ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. എല്ലാ വാഴ്ചക അധികാരങ്ങളും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. ഓൾറെഡി നിങ്ങൾ പരിപൂർണരാണ്. പക്ഷെ ഇവിടെ പിന്നെയും പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ അവരെ ആ പൂർണ്ണതയിലേക്ക് കൊണ്ടുവരണേ. ഇതിന്റെ അർത്ഥം എന്താ? ഇതിന്റെ അർത്ഥമാണ് ഈ കൊലോസ്യ ലേഖനം. ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, യേശുവിൽ നമ്മൾ പൂർണ്ണരായി കഴിഞ്ഞു. ഇനി ഒരു യാഗവും നമുക്ക് വേണ്ടി ശേഷിക്കുന്നില്ല രക്ഷയ്ക്ക് വേണ്ടി. ഇനി നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ ചേർക്കപ്പെടാൻ നമുക്ക് വേണ്ടി എന്തെങ്കിലും ഒരു പ്രവൃത്തി കർത്താവിന് ഇനി ചെയ്യാനില്ല. അത് ചെയ്ത് പൂർത്തീകരിച്ച് കഴിഞ്ഞു. അത് ക്രിസ്തുവിൽ നമ്മളെ ദൈവം പെർഫെക്റ്റായി കണ്ടു കഴിഞ്ഞു. എന്നാൽ അപ്പോസ്തലനായ പൗലോസും എപ്പപ്രാസും പ്രാർത്ഥിക്കുകയാണ്. എന്ത് പ്രാർത്ഥിക്കുന്നു? കർത്താവെ അവരെ മെച്യൂരിറ്റി. എന്താണ് ഇവിടെ പറയുന്ന പൗലോസ് ഇത്രയാണ് ഇവിടെ പറയുന്നത്. 1:9 ഇത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. 2:1 മുതൽ 5 വരെ ഇത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഒത്തിരി വട്ടം വായിച്ചതാണ്. ഞാൻ വേഗത്തിൽ ഇങ്ങനെ പറയാം. എന്താണ് പൗലോസ് പറയുന്നതെന്ന് ചോദിച്ചാൽ,
ക്രിസ്തുവിങ്കലേക്ക് സഭ നോക്കണം. ക്രിസ്തുവിൽ മാത്രം ലക്ഷ്യമാക്കി ജീവിക്കണം. ക്രിസ്തു മതിയായവനെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണ് നമ്മൾ 1 അധ്യായത്തിന് 9 മുതൽ 10 അവിടെ. അതുകൊണ്ടാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, നിങ്ങൾ എന്താണ് പറയുന്നത്, ക്രിസ്തുവിൽ നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരുമാകേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പോരാടുന്നു. സ്തോത്രം. നിങ്ങൾ പൂർണ്ണമായിട്ട് കർത്താവിൻ്റെ ഇഷ്ടത്തിന് ഇനി നിൽക്കണം. കർത്താവിൻ്റെ ഇഷ്ടം മതിയെന്നും കർത്താവിൽ നിങ്ങൾ കംപ്ലീറ്റ് ആണ്, ഇനി കർത്താവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി മാത്രം നിങ്ങൾ നിന്നാൽ മതിയെന്നുമുള്ള ഒരു ചിന്തയിലേക്ക് നിങ്ങൾ വളരണം. ഞാൻ കുറച്ചുകൂടി സിമ്പിളായിട്ട് അത് പറയാം. എന്താണ് കർത്താവിൻ്റെ ദാസനായ പൗലോസോടെ പറയുന്നത്? ഇത് മറ്റുള്ള ലേഖനമായി ചേർത്ത് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ പറയാം. ക്രിസ്തുവിൻ്റെ തലയോളം വളരണം സഭ, അല്ലെ? ക്രിസ്തുവിൻ്റെ തലയോളം വളരണം. അതാണ് പൂർണ്ണതയിലേക്ക് എത്തുക എന്ന് പറയുന്നത്. ക്രിസ്തുവിൻ്റെ തലയോളം വളരാൻ വേണ്ടി അപ്പോസ്തലനായ പൗലോസിന്റെ മുന്നിൽ പോയിരുന്ന എപ്പഫ്രാസ് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ മറുപടിയായിട്ട് പൗലോസ് എന്താ ചെയ്യുന്നത്? ലേഖനങ്ങൾ കൊടുക്കുകയാണ്, അല്ലെ? അപ്പോസ്തലനായ പൗലോസിനടുത്ത് എപ്പഫ്രാസ് ചെന്ന് ശക്തമായി പ്രാർത്ഥിക്കുമ്പോൾ പൗലോസ് ചെയ്യുന്നത്, എപ്പഫ്രാസിന്റെ പ്രാർത്ഥനയും ആ സഭയുടെ കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ അവർ ക്രിസ്തുവിൽ മെച്ചുറാകേണ്ടതിനായി പ്രാർത്ഥിച്ച പൗലോസ് അതിനുവേണ്ടി എഴുതി കൊടുക്കുന്ന ലേഖനമാണ് കൊലോസ്യ ലേഖനം. അങ്ങനെയാണെങ്കിൽ ഒരു വ്യക്തി ക്രിസ്തുവിൽ മെച്യൂരിറ്റിയിലേക്ക് വരാൻ വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവിൽ എഴുതപ്പെട്ട പുസ്തകങ്ങളാണ് ലേഖനങ്ങൾ. ഇനി കുറച്ചുകൂടി ഞാൻ സിമ്പിളായി പറയാം. ഒരു വ്യക്തി ക്രിസ്തുവിൽ പൂർണ്ണരാകണമെങ്കിൽ ലേഖനങ്ങളെ പഠിക്കണം. സ്തോത്രം. അതിനു വേണ്ടിയാണ്, അതായത് എപ്പഫ്രാസ് ഇത് പ്രാർത്ഥിക്കുമ്പോൾ 1:9 പൗലോസും ഇത് പ്രാർത്ഥിച്ച് അങ്ങനെ ആ സഭ വരാൻ വേണ്ടി എഴുതിയ ലേഖനമാണ് കൊലോസ്യ ലേഖനം. അങ്ങനെയാണെങ്കിൽ അപ്പോസ്തലനായ പൗലോസിന്റെയും യോഹന്നാന്റെയും പത്രോസിന്റെയും ഒക്കെ ലേഖനങ്ങൾ എന്ന് പറയുന്നത് ക്രിസ്തുവിങ്കിലേക്ക് വരാനുള്ളതാണ്. ക്രിസ്തുവിന്റെ തലയോളം നമ്മളെ വളർത്തുവാനുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. സ്തോത്രം. ഓൾറെഡി കംപ്ലീറ്റ് ആയ ക്രിസ്തുവിലായിരിക്കുന്ന നമ്മളെ ദൈവത്തിന്റെ ഹിതത്തിലേക്ക് പൂർണ്ണമായി എത്തിക്കാൻ, അത് കൊലോസ്യ ലേഖനത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ ഇങ്ങനെ പറയാം. കൊലോസ്യ ലേഖനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ പറയാം. യേശു ഏത് സാഹചര്യത്തെ നേരിടുമായിരുന്നു അതേ ചിന്തയിൽ നമ്മൾ നമ്മുടെ ലൈഫിനെ ഈ ലോകത്തിൽ നേരിട്ടുകൊണ്ട് ആ ജ്ഞാനത്തിലും ആ പരിജ്ഞാനത്തിലും ജീവിച്ചുകൊണ്ട് കർത്താവിന് പ്രസാദകരമായി ജീവിക്കുക. ഒന്നുകൂടി പറയാം, ലോകത്തിന്റെ ജ്ഞാനങ്ങളോ ലോകത്തിന്റെ ഉപദേശങ്ങളോ അല്ല, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തിൽ ക്രിസ്തു എപ്രകാരം ജീവിക്കുമായിരുന്നു. കാരണം നമ്മൾക്ക് വേണ്ടി എല്ലാം ജീവിച്ചു തീർത്ത ക്രിസ്തു നമ്മൾ നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുക്കുന്നു. അങ്ങനെ ഒരു ജീവിതത്തിലേക്ക് നമ്മൾ നയിക്കപ്പെടുമ്പോൾ ക്രിസ്തുവിനെ മുന്നിൽ വെച്ചുകൊണ്ട് പോകുന്ന ഒരു ജീവിതമാണ് നമുക്ക് വരേണ്ടത്. എന്നാൽ കൊലോസ്യ സഭയ്ക്ക് സംഭവിച്ചത്, അവർ ന്യായപ്രമാണങ്ങളിലേക്കും അല്ലെങ്കിൽ മോശയുടെ ഉപദേശങ്ങളിലേക്കും അവർ പോയി, അവർ ജ്ഞാനവാദത്തിലേക്കും പോയി. ഇങ്ങനെ പോയത് കൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, ക്രിസ്തു നിങ്ങൾക്ക് മതിയായവനാണ്. ക്രിസ്തുവിൽ ആ ന്യായപ്രമാണങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടു, ക്രിസ്തുവിൽ സകലതും തികയപ്പെട്ടു. നിങ്ങൾ അവന്റെ മക്കളായി, അവന്റെ സന്തതികളായി. ഇനി ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി, രക്ഷയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ ബാക്കിയില്ല. ക്രിസ്തു മതിയായതാണ്, ക്രിസ്തു മതിയായതാണ്, ക്രിസ്തു മതിയായതാണെന്ന് പലവട്ടം പറയാൻ ഉപയോഗിച്ച ഒരു ലേഖനമാണ് കൊലോസ്യ ലേഖനം. എന്നിട്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ആ ക്രിസ്തു എന്ന ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ വന്നാൽ പൗലോസിന്റെ ടെൻഷനും മാറും, എപ്പഫ്രാസിന്റെ ടെൻഷനും മാറും. ഇതാണ് ഈ വാക്കിന്റെ ചുരുക്കം എന്ന് പറയുന്നത്. ഒരു വ്യക്തി ക്രിസ്തുവിനെ നോക്കി ജീവിക്കാൻ തുടങ്ങിയാൽ, ക്രിസ്തുവിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് അവന്റെ ജീവിതത്തെ ക്രമീകരിക്കാൻ തുടങ്ങിയാൽ, പിന്നെ ഒരു പാസ്റ്റർക്ക് ആ വ്യക്തിയെ ഗൈഡ് ചെയ്യേണ്ട ആവശ്യം പോലും വരുന്നില്ല. അദ്ദേഹത്തെ ഇങ്ങനെ എന്താ ചെയ്യാത്തത്, അങ്ങനെ എന്താ ചെയ്യാത്തത് എന്ന് ചോദിക്കേണ്ടി വരുന്നില്ല. അദ്ദേഹത്തിന് തന്നെ അറിയാം അദ്ദേഹത്തിന്റെ കുഴപ്പങ്ങൾ. അദ്ദേഹം ക്ലിയർ ആയി. കാരണം സഭ ആ ലക്ഷ്യത്തിലേക്ക് കടന്നു വരാതെ വിവിധ ഉപദേശങ്ങളിലേക്ക് കടന്നു പോയത് കൊണ്ടാണ് പൗലോസ് പറയുന്നത്, നിങ്ങൾ മെച്യൂരിറ്റിയിലേക്ക് വരണം. എന്ത് മെച്യൂരിറ്റിയിലേക്ക് വരണം? ക്രിസ്തുവിലുള്ള ജ്ഞാനത്തിൽ നിന്നും ക്രിസ്തുവിലുള്ള പരിജ്ഞാനത്തിൽ നിന്നും നിങ്ങൾ കടന്നു വന്ന് 1:9 ഞാൻ ഈ പറയുന്നത്. 2:1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ക്രിസ്തുവിങ്കലേക്ക് നിങ്ങൾ വരണം. ക്രിസ്തു മതിയായവൻ. ഞാൻ ഒരിക്കൽ കൂടെ കൊലോസ്യ ലേഖനം അവസാനിപ്പിക്കാൻ പോകുന്ന ഈ ദിവസങ്ങളിൽ ഞാൻ ഊന്നിപ്പറയട്ടെ, ക്രിസ്തു മതിയായതാണ്. അയ്യോ ഞാൻ നരകത്തിൽ പോകുമോ, അയ്യോ ഞാൻ തള്ളപ്പെട്ടു പോകുമോ, അയ്യോ ഞാൻ ഇല്ലാതെയാകുമോ,
അയ്യോ, അങ്ങനെ നമ്മൾ ചിന്തിക്കരുതേ. ക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിച്ചവരാണെങ്കിൽ, യേശു നിങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്നും, യേശു നിങ്ങൾക്ക് വേണ്ടി ജീവൻ തന്നുവെന്നും, യേശു നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിച്ചുവെന്നും, യേശു നിങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെട്ടു എന്നും ഹൃദയംഗമായി വിശ്വസിച്ച് അവനെ ഏറ്റെടുത്തുകൊണ്ട് അവന്റെ പുറകെ സഞ്ചരിക്കുന്നവരാണ് സഭയെങ്കിൽ, ഉറപ്പാണ് കർത്താവിന്റെ വരവിൽ അവൻ നമ്മളെ തള്ളിക്കളയുകയില്ല, അവൻ നമ്മളെ മാറ്റി നിർത്തുകയില്ല. ഇനി നമുക്ക് വേണ്ടത് ഒറ്റ കാര്യമേ ഉള്ളൂ. മുന്നിൽ കർത്താവിനെ നിർത്തിയിരിക്കുകയാണ്. സകലതും പൂർത്തീകരിച്ച, സകലനായ പ്രമാണത്തിന്റെ കൽപ്പനകളും പൂർണ്ണമായി പൂർത്തീകരിച്ച ഒരുവൻ മാത്രം, അത് യേശുവാണ്. ആ യേശു നമുക്ക് മുൻപേ നിൽക്കുകയാണ്. ആ യേശുവിലേക്കുള്ള യാത്ര, ഈ യാത്രയാണ് കൊലോസ്യ ലേഖനത്തിൽ ഉൾപ്പെടെ അപ്പോസ്തലൻ പൗലോസ് പറയുന്നത്. നമ്മൾ ആ യേശുവിനെ നോക്കാൻ തുടങ്ങുന്നത് തന്നെ പെർഫെക്റ്റ് ആയി എന്നതിൻ്റെ തുടക്കമാണ്. അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയി എന്ന് സ്വർഗം കൗണ്ട് ചെയ്യുകയാണ്. സ്വത്രം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ക്രിസ്തു മാത്രം മതിയെന്നും ക്രിസ്തുവിലേക്ക് നോക്കുകയും ക്രിസ്തുവിന്റെ പുറകെ പോകാൻ തീരുമാനിക്കുന്ന നിമിഷം തന്നെ ആ വ്യക്തി അവൻ തികഞ്ഞവരായി എന്ന് ദൈവം അംഗീകരിക്കുന്നു. അവരെ തികഞ്ഞവരാക്കിക്കൊണ്ടിരിക്കുന്നു കർത്താവ്. ഒരിക്കൽ കർത്താവിന്റെ സന്നിധി നിൽക്കുമ്പോൾ അവർ പൂർണ്ണരായി ആമൻ തികഞ്ഞവരാകും. ഇതാണ് പുതിയ നിയമത്തിന്റെ പ്രത്യേകിച്ച് ലേഖനങ്ങളിലെ ഉപദേശം എന്ന് പറയുന്നത്. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളോളം ഇതെത്തിക്കാണും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സ്വത്രം അതുകൊണ്ട് കർത്താവുമായിട്ട് നമുക്ക് കണക്റ്റഡായി നിൽക്കുവാൻ, കർത്താവ് എന്ന ലക്ഷ്യത്തിലേക്ക് സഭ വരുവാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടാണ് അപ്പോസ്തലൻ പൗലോസ് പ്രാർത്ഥിക്കുന്നതും. ഇവിടെ എപ്പപ്രാസ് പ്രാർത്ഥിക്കും. ഒരിക്കൽ കൂടെ ആ വേദഭാഗം നമുക്കൊന്ന് നോക്കാം. സ്വതം നിങ്ങളിൽ ഒരുത്തനായി ക്രിസ്തുയേശുവിന്റെ ദാസനായ എപ്പപ്രാസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. നിങ്ങൾ തികഞ്ഞവരും ദൈവഗത സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരെ നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു എന്ന് പറഞ്ഞാൽ, സഭ ക്രിസ്തു മാത്രം മതിയോ എന്ന് സംശയിക്കുന്നു. ഇനി കുറച്ച് ന്യായപ്രമാണത്തിന്റെ കൽപ്പനകൾ ആ സഭയൊക്കെ അംഗീകരിച്ചല്ലോ, യെരൂശലേമിലെ സഭയൊക്കെ അംഗീകരിച്ചല്ലോ, അത് ഞങ്ങളൊന്നും ചെയ്തില്ലല്ലോ, ഞങ്ങൾ ആ ഉത്സവം ആചരിക്കുന്നില്ലല്ലോ, ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല. ഇങ്ങനെയുള്ള കുറച്ച് കൽപ്പനകളുടെ പുറകെ പോയപ്പോൾ അയ്യോ, കർത്താവിനെ അവർക്ക് വെളിപ്പെടുത്തി തരിക. അപ്പോസ്തലൻ പൗലോസ് പറയുക, കർത്താവ് സകലതും ചെയ്തു തീർത്തു, കർത്താവ് നിങ്ങൾക്ക് മതിയായവനാണ്, നിങ്ങൾ തികഞ്ഞവരാണെന്ന് സഭ ബോധ്യപ്പെട്ടിട്ട് തികഞ്ഞവനായ ക്രിസ്തുവിന്റെ പുറകെ നിങ്ങൾ പോകുമ്പോൾ, അങ്ങനെ പോകുമ്പോൾ നിങ്ങൾ എന്ത് മനസ്സിലാക്കുമെന്ന് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ എഴുതി അറിയിക്കുന്നത് എപ്പപ്രാസിന്റെ പ്രാർത്ഥനയാൽ, തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരായി നിങ്ങൾ നിർത്തേണ്ടതിനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കൊരു ഉറപ്പുണ്ടാകും, നിങ്ങൾ പതറിപ്പോകുന്നവരാകത്തില്ല. കർത്താവിന് എന്നെക്കുറിച്ചുള്ള ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉദ്ദേശമുള്ളൂ, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കണം. ക്രിസ്തു എൻ്റെ കുടുംബത്തിൽ എങ്ങനെ ജീവിക്കുമായിരുന്നു അങ്ങനെ ജീവിക്കണം. അങ്ങനെ നമ്മൾ ജീവിക്കും. നമുക്കാർക്കും അറിയാം, നമ്മൾ ആരും ഒരു ദിവസവും പെർഫെക്റ്റ് ആയിട്ട് അങ്ങനെ ജീവിക്കുന്നില്ല. അപ്പൊ നമുക്ക് ആ പ്രാർത്ഥനയിൽ, ആ ദൈവസന്നിധിയിൽ സമർപ്പണത്തോടുകൂടി, കർത്താവിലുള്ള ആശ്രയത്തോടുകൂടി പ്രാർത്ഥനയിൽ ഓരോ ദിവസവും കർത്താവിന്റെ പുറകെ സഞ്ചരിക്കുന്ന സഞ്ചരിക്കുമ്പോൾ നമുക്ക് മറ്റൊരു ഉപദേശത്തിന്റെ പുറകെ പോകത്തില്ല, മറ്റൊരു വ്യക്തിയുടെ പുറകെ പോകത്തില്ല, മറ്റൊരു ഉപദേശങ്ങളിലേക്ക് കൊലോസ്യ സഭയെ പോലെ കുടുങ്ങാൻ സാധ്യതയില്ല. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പൗലോസ് പറഞ്ഞത്, ക്രിസ്തുവിന്റെ ഹിതം മനസ്സിലാക്കി അങ്ങനെ സഞ്ചരിക്കുക, പൂർണ്ണ നിശ്ചയമുള്ളവരായി നിൽക്കേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. സഭ ക്രിസ്തുവിന്റെ പുറകെ പോകുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. സ്തോത്രം. അങ്ങനെ ക്രിസ്തുവിന്റെ പുറകെ പോകുന്ന ആ വ്യക്തികളെ പറ്റി പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞത്, നിങ്ങൾക്കും ലിവോദിക്കയിലുള്ളവർക്കും ഹിരപ്പൊലിക്കാർക്കും വേണ്ടി അവൻ പ്രയാസപ്പെടുന്നു എന്നതിന് ഞാൻ സാക്ഷി. അപ്പോസ്തലൻ പൗലോസ് പിന്നീട് എന്താ പറയുന്നത്? ഇതുമായിട്ട് നമുക്ക് ചേർത്ത് ചിന്തിച്ച് അവസാനിപ്പിക്കാം. സ്തോത്രം. അപ്പോസ്തലൻ പൗലോസ് പറയുകയാണ്, എനിക്കറിയാം ആ മനുഷ്യൻ പ്രാർത്ഥിക്കുന്നത്. പൗലോസിനെ ഉയർത്തുകയല്ല, അദ്ദേഹത്തിന്റെ സഭയിൽ ശുശ്രൂഷിക്കുന്ന ആ ദൈവദാസനെ എടുത്ത് കാണിക്കാം. ആ ദൈവദാസന് നിങ്ങളെക്കുറിച്ച് ഓർമ്മയുണ്ട് കേട്ടോ, ആ ദൈവദാസൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. സ്തോത്രം. ഞാനാണെല്ലാം, പൗലോസ് എന്ന് പറയുന്ന ഞാനാണെല്ലാം എന്നല്ല പൗലോസ് പറയുന്നത്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ ലേഖനം എഴുതുന്നത്. അദ്ദേഹം നിങ്ങൾക്ക് കൂടി ഭയങ്കരമായിട്ട് വേദനിക്കപ്പെടുന്നുണ്ട്, അന്ന് ഞാൻ കാണുന്നുണ്ട്. കർത്താവ് ശുശ്രൂഷിച്ച ആ ദൈവദാസൻ മതി നിങ്ങൾക്ക്. അദ്ദേഹത്തിന് കാര്യങ്ങൾ അറിയാം, അദ്ദേഹത്തിന് സത്യം മനസ്സിലായ ഒരു വ്യക്തിയാണ്, അദ്ദേഹം വിശ്വസിക്കാൻ കൊള്ളാകുന്നവനാണ്, അദ്ദേഹം ഒരു ദൈവത്തിന്റെ ദാസനാണ്. നിങ്ങൾക്ക് ആർക്കും സംശയം വേണ്ട. അദ്ദേഹം പറഞ്ഞ സുവിശേഷം കറക്റ്റ് സുവിശേഷമാണ്, സത്യ സുവിശേഷമാണ്. അദ്ദേഹത്തെ ഞാൻ വാച്ച് ചെയ്യുന്നുണ്ട്, അദ്ദേഹവും ഞാനും ഒരേ സുവിശേഷമാണ് പറയുന്നത്, നിങ്ങൾ അംഗീകരിക്കണം അദ്ദേഹത്തെ എന്നതും കൂടി ആ സഭയ്ക്ക് ഒരു വോയിസ് കൊടുത്തുകൊണ്ട് അപ്പോസ്തലൻ പൗലോസ് പറയുകയാണ്, എനിക്ക് അദ്ദേഹത്തെ അറിയാം, ഞാൻ അദ്ദേഹത്തെ കാണുന്നു. സ്തോത്രം. ഞാൻ അദ്ദേഹത്തിന്റെ പ്രാർത്ഥന ഞാൻ മനസ്സിലാക്കുന്നു. ഇനി മറ്റൊരു കാര്യം ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്, എപ്പപ്രാസിന്റെ
ആമേൻ മധ്യസ്ഥ പ്രാർത്ഥനയാണ്. സ്തോത്രം. ആ സഭയ്ക്ക് വേണ്ടി ഇടിവിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുക. സഭ ക്രിസ്തുവിൽ നിന്ന് മാറിപ്പോയപ്പോൾ, പ്രത്യാശയിൽ നിന്ന് വീണുപോയപ്പോൾ, ക്രിസ്തു മാത്രം മതിയോ എന്നുള്ള ഒരു സംശയത്തിലേക്ക് സഭ മാറിയപ്പോൾ, എപ്പപ്രാസിന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ മനസ്സിലാകാതെ വന്നപ്പോൾ, മനസ്സിലായിട്ട് അവർക്ക് മനസ്സിലാകാതെ വന്നതായിരിക്കാം. ആ സമയത്ത് എപ്പപ്രാസ് കർത്താവേ, ഇവർ ജ്ഞാനവാദത്തിലേക്ക് പോകുന്നു, ഇവർ ലീഗലിസത്തിലേക്ക് പോകുന്നു, ഇവർ മറ്റു ഉപദേശങ്ങളിലേക്ക് പോകുന്നു, ക്രിസ്തുവിനെ എനിക്ക് വെളിപ്പെടുത്താൻ കഴിയുന്നത് പോലെ ഞാൻ വെളിപ്പെടുത്തി. പൗലോസ് പിന്നെയും അത് ലേഖനങ്ങളാൽ കുറച്ചുകൂടി ഭംഗിയായി മനസ്സിലാക്കി കൊടുത്ത് പറഞ്ഞിട്ടും പൗലോസ് പറയുകയാണ്, ഇതിനു വേണ്ടിയാണ് എപ്പപ്രാസ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്, ഇതിനു വേണ്ടിയാണ് എപ്പപ്രാസ് ഇവിടെ കരയുന്നത്, ഇതിനു വേണ്ടി എപ്പപ്രാസിന്റെ പ്രാർത്ഥനയാണ് ഈ ലേഖനം എന്നൊരു രീതിയിലാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്നത്. രണ്ടാമത് പറയുന്നത്, അദ്ദേഹം എരിവുള്ളവനായി തീർന്നിരുന്നു, അങ്ങനെ എരിവോടെ എരിഞ്ഞു പ്രാർത്ഥിച്ചു. ആമേൻ ആമേൻ ആമേൻ. ഇവിടെ എപ്പപ്രാസ് പ്രാർത്ഥിച്ചു എന്ന ഒരു രീതിയിലും കൂടെയാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. നിങ്ങളെ സംബന്ധിച്ച് ഒരു പൂർണ്ണ നിശ്ചയമുള്ളവരായി നിൽക്കേണ്ടതിന് പ്രാർത്ഥന നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു, നിങ്ങൾക്കും ഹിരിപ്പോലിക്കാർക്കും വേണ്ടി അവൻ പ്രയാസപ്പെടുന്നു. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, അദ്ദേഹത്തിന് വളരെ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തയുണ്ട്, നിങ്ങളെക്കുറിച്ചുള്ള ഭാരമുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്ന വേറെ കാര്യമുണ്ട്, അദ്ദേഹം കേവലം നിങ്ങളെക്കുറിച്ച് മാത്രമല്ല, ലവോദിക്കയിലെ ആൾക്കാരെയും മറ്റ് അടുത്തുള്ള ഹിരപ്പൊലി തൊട്ടടുത്ത സഭയൊക്കെയാണ്, തൊട്ടടുത്ത കൂട്ടായ്മകളെ കുറിച്ച്, ദേശക്കാരെ കുറിച്ചാണ് പറയുന്നത്. ഈ എപ്പപ്രാസ് എന്ന് പറയുന്ന ഈ ദൈവദാസൻ കേവലം അവിടുത്തെ അദ്ദേഹം കൊണ്ടുവന്ന ഒരു സഭയെപ്പറ്റി മാത്രമായിരുന്നില്ല ചിന്ത. അടുത്തുള്ള സഭകളൊക്കെയും തെറ്റായ ഉപദേശങ്ങളിലേക്ക് പോകുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഇദ്ദേഹത്തിന് ആ സഭയെക്കുറിച്ച് മാത്രമല്ല ഭാരമുള്ളത്. ഞാൻ ആദ്യം തുടക്കത്തിൽ നിങ്ങളോട് പറഞ്ഞല്ലോ, നമുക്കൊക്കെ കേവലം നമ്മുടെ സഭയെക്കുറിച്ചാണ് ഭാരമുള്ളത്, നമ്മുടെ പ്രസ്ഥാനത്തെക്കുറിച്ചാണ് ഭാരമുള്ളത്, നമ്മുടെ കൂട്ടായ്മയെക്കുറിച്ചാണ് ഭാരമുള്ളത്. എന്നാൽ ഇവിടുത്തെ എപ്പപ്രാസിനെ നോക്കിയേ, അടുത്ത സ്ഥലങ്ങളെക്കുറിച്ചും അദ്ദേഹം കരഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്. പിന്നെ താഴെ പറയുന്നുണ്ട്, ഈ ലേഖനം നിങ്ങൾ അവിടെയും കൊണ്ട് വായിക്കണം, അവിടെയും കൊടുത്തുവിടണം, അവരെയും കൊണ്ട് ഇത് വായിപ്പിക്കണം എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്. അദ്ദേഹം ഇവിടുത്തെ സഭയെയും കൊലോസ സഭയെയും ദൂരെയുള്ള സഭയെയും ഒരുപോലെ സ്നേഹിക്കുന്ന ഒരു മൈൻഡുള്ള ഒരു ദൈവദാസനായിരുന്നു. സ്തോത്രം. ഒരു ചെറിയ കോൺഗ്രിഗേഷനെ എൻ്റെ സഭ, എൻ്റെ കൂട്ടായ്മ, എൻ്റെ പ്രസ്ഥാനം എന്ന് മാത്രം ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിരുന്നില്ല അദ്ദേഹത്തിന്. സ്തോത്രം. അടുത്തുള്ള സഭകളെ കുറിച്ച് വലിയ ഭാരമുള്ള വ്യക്തിയായിരുന്നു. അവർ കർത്താവിൽ നിന്ന് അകന്നു പോകുന്നതിനെ ഓർത്ത് ഭാരപ്പെടുന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹം വിവിധ സ്ഥലങ്ങളെ കുറിച്ച് ഭാരമുള്ളവനായിരുന്നു. പൗലോസ് എന്ന് പറയുന്നത് കേവലം പൗലോസ് സ്ഥാപിച്ച സഭകളെ കുറിച്ച് മാത്രമല്ല ഭാരമുള്ളത്. എവിടെയൊക്കെ വിശ്വാസികളുണ്ടോ അവരെ കുറിച്ച് കേൾക്കുമ്പോൾ ഭാരമുള്ള ഒരു വ്യക്തിയായിരുന്നു സ്തോത്രം പൗലോസ് എന്ന് പറയുന്നത്. ഈ ഭാവങ്ങളിൽ നിന്നും നമ്മുടെ ലൈഫിലേക്ക് വരേണ്ട ഒരു ഭാവം എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കൂട്ടായ്മയിലേക്ക് ഒതുങ്ങിപ്പോകാതെ ദേശത്തിലെ വിവിധ സ്ഥലങ്ങളിലെ വാർത്തകൾ നമ്മൾ കേൾക്കുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എപ്പപ്രാസുമാർ ഉണ്ടാകട്ടെ, അങ്ങനെ ഇടിവിൽ നിൽക്കുന്ന ദൈവ മനുഷ്യന്മാർ ഉണ്ടാകട്ടെ. നമ്മുടെ നെയ്ബറിംഗ് ചർച്ചിന്, നമ്മുടെ അടുത്തുള്ള സഭകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന, അങ്ങനെയുള്ളവരെ ഓർത്ത് കരയുന്ന ചില വ്യക്തികൾ. സ്തോത്രം. ഞാൻ എന്നും പറയാറുള്ളതുപോലെ ഒന്നുകൂടെ പറയട്ടെ, ലവോദിക്ക സഭ ഈ ലേഖനമൊക്കെ വായിച്ചിട്ടും അവർ പൂർണ്ണരാണെന്ന് അവർ പറയുന്നു. പക്ഷേ ആ സഭയുടെ പുറത്ത് യേശു പോയി. നമുക്കത് കർത്താവിന്റെ ദാസനിൽ നിന്നും നന്നായിട്ട് പഠിക്കാൻ കഴിഞ്ഞ ഒരു വേദഭാഗമാണ്. സ്തോത്രം. കർത്താവ് മതിയായവൻ എന്ന് പൗലോസ് ഈ ലേഖനത്തിൽ കൂടി പറഞ്ഞു. അവർക്കത് മനസ്സിലായില്ല. സ്തോത്രം. പൗലോസിന്റെ ലേഖനങ്ങൾ വേണ്ടും പോലെ മനസ്സിലാക്കാൻ ആ സഭയ്ക്ക് കഴിഞ്ഞില്ല എന്നതാണ് സത്യം. എന്ന് പറഞ്ഞാൽ എപ്പപ്രാസിന്റെ പ്രാർത്ഥന കുറച്ചൊക്കെ നമുക്ക് ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ ദുഃഖകരമായി തീർന്നു എന്നതാണ് പിന്നീടുള്ള ചരിത്രത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ അർത്ഥം, ഈ ലേഖനം അവരുടെ അടുക്കൽ എത്തിയിട്ടും, തിഹിക്കോസ് ഈ ലേഖനം അവരുടെ അടുത്ത് കൊണ്ടെത്തിച്ചിട്ട് പോലും സഭ ക്രിസ്തുവിന്റെ പുറകെ പോകാൻ തയ്യാറായില്ല. സ്തോത്രം. ക്രിസ്തു മാത്രം മതിയെന്ന് തീരുമാനിക്കാൻ തയ്യാറായില്ല. സ്തോത്രം. ലൂക്കോസിനെ കുറിച്ചും ദേമാസിനെ കുറിച്ചൊക്കെ പിന്നീട് ഒരിക്കൽ നമുക്ക് ചിന്തിക്കാം. അതിനെക്കുറിച്ച് നിങ്ങളും ചിന്തിച്ചാട്ടെ. ഞാൻ ഒരു ഭാഗം ഇത്രയും മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. സ്തോത്രം. എപ്പപ്രാസന്മാരെ കർത്താവ് ഇന്നും ആക്കി വെക്കുന്നു പ്രാർത്ഥനയ്ക്കായിട്ട്. നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകൾ വിശ്വാസഗോളത്തിന് വീണു പോകുമ്പോൾ, തളർന്നു പോകുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാനും അതിന് നമ്മൾ ആദ്യം ഈ ലേഖനങ്ങൾ മനസ്സിലാക്കണം. സ്വത്രം. ക്രിസ്തു മതിയെന്ന് ബൈബിൾ പറഞ്ഞാൽ ക്രിസ്തു മതിയെന്ന് തന്നെയാണ് അർത്ഥം. അയ്യോ, ക്രിസ്തുവും പിന്നെ അങ്ങനെ ഒരു ഉപദേശം ബൈബിളിലില്ല. അതിനാണ് പൗലോസ് പറയുന്നത്, നിങ്ങൾ ക്രിസ്തുവിന്റെ തലയോളം വളരാൻ നിങ്ങൾ ലേഖനങ്ങൾ മനസ്സിലാക്കുവീൻ. ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഈ കൊലോസ് ലേഖനത്തിൽ ഉൾപ്പെടെ വെളിപ്പെടുത്തുന്ന സത്യം എന്താണെന്ന് അറിയാമോ? ക്രിസ്തു പൂർണ്ണമായി അത് ചെയ്തു തീർത്തു. ക്രിസ്തു മതിയായവൻ,
ക്രിസ്തു മതിയായവൻ. ഞാൻ കൊലോസ്യ ലേഖനത്തിൽ എപ്പോഴും പറഞ്ഞത്, ഈ ലേഖനം അവസാനിപ്പിക്കാൻ പോകുന്ന ഈ ദിവസം ഞാൻ ഒന്നുകൂടെ പറയട്ടെ, ക്രിസ്തുവിനെ മാത്രം നമുക്ക് നോക്കിയാൽ മതി. ഇന്ന് രാത്രിയിൽ ആരെങ്കിലും ചിന്തിക്കുന്നു, അയ്യോ എനിക്ക് ഭയമാ പാസ്റ്റർ, ഞാൻ സ്വർഗത്തിൽ പോകുമോന്ന്, അയ്യോ ഞാൻ നഷ്ടപ്പെട്ടു പോകുന്നു, ഞാൻ അന്ന് ആ പാപം ചെയ്ത വ്യക്തിയാ, ഞാൻ ഇന്ന് അങ്ങനെ ആയിരുന്നു, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ചിന്ത എനിക്ക് പെട്ടെന്ന് അങ്ങനെ വന്നുപോയി പാസ്റ്റേ. ഭാരപ്പെടണ്ട, നിങ്ങൾ ക്രിസ്തുവിന്റെ പുറകെ സഞ്ചരിക്കുക. അങ്ങനെ ഒരു ഭാരം നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങൾ പെർഫെക്റ്റ് അല്ലെന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും. അതൊരിക്കലും പെർഫെക്റ്റ് ആണെന്ന് നിങ്ങൾക്ക് തോന്നത്തില്ല, ഉണ്ടാകും. പക്ഷേ നിങ്ങൾ ക്രിസ്തുവിൽ ആശ്രയിക്കുന്ന വ്യക്തി ആയതുകൊണ്ട് ക്രിസ്തുവിൽ നിങ്ങൾ പൂർണ്ണരാണ്. ഇന്ന് രാത്രിയിൽ കർത്താവ് താൻ ഗംഭീരനാദത്തോടെയും പ്രധാന ദൂതന്റെ ശബ്ദത്തോടെയും സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നാൽ നമ്മൾ രൂപാന്തരപ്പെടും. അത് നമ്മുടെ പുണ്യപ്രവൃത്തി കൊണ്ടല്ല. കർത്താവ് സകല ന്യായ പ്രമാണത്തെയും സകല ഉപദേശങ്ങളെയും മോശമുഖാന്തരം കൊടുത്ത സകല ന്യായ പ്രമാണത്തിന് ഉപദേശങ്ങളും പൗലോസ് അല്ല പെർഫെക്റ്റ് ആയിട്ട് പൂർത്തീകരിച്ചത്, യേശു മാത്രം. യേശു മാത്രം. യേശു മാത്രം. ഇതാണ് പൗലോസ് കൊലോസിനോട് പറഞ്ഞത്. എന്നാൽ ആ സഭയ്ക്കത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയില്ല. ലവോദിക്യ സഭയ്ക്കത് പൂർണ്ണമായി മനസ്സിലാക്കാൻ പറ്റിയില്ല. നമ്മുടെ ഈ കാലത്തെ ജീവിത കാര്യങ്ങളിൽ യേശു മതിയെന്നുള്ള സ്വരങ്ങൾ കേൾക്കുമ്പോൾ അതിൽ നിന്നും വിട്ടുമാറുന്ന ഉപദേശങ്ങളിലേക്ക് മാറിപ്പോകാതെ ക്രിസ്തുവിന്റെ പുറകെ പോകാം. പ്രമാണങ്ങളല്ല, പ്രമാണം തന്നവൻ വെളിപ്പെട്ടു, ഇനി അവനാണ് വലുത്. സ്തോത്രം. അവന്റെ പുറകെ സഞ്ചരിക്കാം, നമുക്ക് അവന് മാതൃകയൊക്കെ ജീവിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്കാർക്കും പരീക്ഷന്മാരെ പോലെ ഞാനെല്ലാം പൂർത്തീകരിച്ചു, ഞാനെല്ലാം ക്ലിയർ ആണ് എന്ന് തോന്നത്തില്ല. പൗലോസ് പറഞ്ഞതുപോലെ, പിടിക്കാമോ എന്ന് വെച്ച് ഞാൻ ഓടുകയാണ്, പക്ഷെ ഞാൻ ഇന്ന് പെർഫെക്റ്റ് ആയിട്ടില്ല, എനിക്ക് ഒത്തിരി ബാക്കിയുണ്ട്. എൻ്റെ ലൈഫിൽ ഇന്നും എനിക്ക് കർത്താവിനെ പോലെ ആകാൻ ഒത്തിരി ബാക്കിയുണ്ടെന്നുള്ള ചിന്തയിൽ നമ്മൾ കർത്താവിന് പുറകെ പോകും, മറ്റൊരു ഉപദേശത്തിലേക്ക് പോകത്തില്ല. അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവിന്റെ നാളിൽ നമുക്കൊരുമിച്ച് പൂർണ്ണരാക്കി നിർത്തിയ ആ ദൈവസന്നിധിയിൽ പൂർണ്ണരായി വെളിപ്പെടുത്തുവാൻ കർത്താവ് വരുന്ന ആ നാളിൽ നമുക്ക് നിൽക്കാം. ദൈവം ഈ വചനങ്ങളാൽ നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കൊലോസ്യ ലേഖനം